Hi, good morning to all. Today we are going to discuss some of the selected questions of botany from your last all topic model examination. Okay, so let us go to the questions. First question: following features belongs to the class. ഇപ്പോൾ ഇവിടെ കിങ്ഡം ഫംഗയുടെ സം ക്യാരക്ടേഴ്സ് ആർ ഗീവൺ, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടു വിച്ച് ക്ലാസ് ദിസ് ക്യാരക്ടേഴ്സ് ബിലോങ്സ് ടു. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു 4 ക്യാരക്ടേഴ്സാണ് തന്നിരിക്കുക. അതിൽ ഏറ്റവും മോസ്റ്റ് സ്ട്രൈക്കിംഗ് ക്യാരക്ടർ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഇതെല്ലാം NCERT സ്റ്റേറ്റ്മെൻറ്റാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. എങ്കിലും നമുക്കൊരു ആൻസറിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ ഏതാ? ഓപ്ഷൻ സി നോക്കിയേ. മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. അപ്പോൾ നമുക്കറിയാം ഈ 4 ക്ലാസ്സിലും അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് മൈസീലിയം വരുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫൈക്കോമൈസെറ്റ്സ്. ഇൻ ആസ്കോ ഡ്യൂട്രോ ബസിഡിയമൈസെറ്റ്സ് മൈസീലിയം ഈസ് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്. സെപ്റ്റേറ്റുമാണ് ബ്രാഞ്ച്ഡുമാണ്. അപ്പോൾ ഫൈക്കോമൈസെറ്റ്സിൽ മാത്രമല്ലേ മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകൾ ജസ്റ്റ് നോക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സൂസ്പോട്സ് ഓർ അപ്ലാനോസ്പോട്സ്, അതും ശരിയാണ്. കാരണം ഇൻ ആസ്കോമൈസെറ്റ്സ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ബൈ കൊണീഡിയോസ്പോട്സ്. കൊണീഡിയോസ്പോട്സ്. ഇൻ ഡ്യൂട്രോമൈസെറ്റ്സ് ഹിയർ ഓൾസോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ബൈ കൊണീഡിയോസ്പോട്സ്. അവിടെയും കൊണീഡിയോസ്പോട്സാണ്. ഇൻ ബസിഡിയമൈസെറ്റ്സ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്റ്റേജസ് ആർ ജനറലി ആബ്സെൻറ്റ്. അങ്ങനെ ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഫേസ് അവിടെ ആബ്സെൻ്റ് ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനൊക്കെ അല്ലേ ഉള്ളൂ. അസെക്ഷൽ സ്പോട്സ് ഒക്കെ ജനറലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ ഫൈക്കോമൈസെറ്റ്സ് അസെക്ഷൽ സ്പോട്സ് ആർ സൂസ്പോട്സ് ആകാം ഓർ അപ്ലാനോസ്പോട്സ് ആകാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ, ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് മേ ബി ഐസോഗാമസ്, അനൈസോഗാമസ് ഓർ ഊഗാമസ്, അതും ശരിയാണ്. അതൊക്കെ NCERT സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ കറക്റ്റ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ സി, മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. സംശയമില്ല, ഫൈക്കോമൈസെറ്റ്സിൽ മാത്രമേ മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് എന്ന് പറയാൻ പറ്റൂ. റൈസോപ്പസ് മ്യൂക്കറൊക്കെ അതിനകത്ത് വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ, സ്പോട്സ് ആർ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം, അതും കറക്റ്റ് ഓപ്ഷനാണ്. സ്പോട്സ് ആർ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ഓൺ സ്പൊറാഞ്ചിയം. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ റെഫേഴ്സ് ടു ദ ക്ലാസ് ഫൈക്കോമൈസെറ്റ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3, ഫൈക്കോമൈസെറ്റ്സ്. ഓക്കെ, സോ we can go to the next question. How many of the following statements about bryophytes are true? The bryophytes, നമുക്കറിയാം പ്ലാന്റ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 5 ക്ലാസസ്: ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇപ്പോൾ ഇവിടെ ബ്രയോഫൈറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ, ബ്രയോഫൈറ്റ്സ് ആർ കൺസിഡേർഡ് ആസ് സക്സസ്ഫുൾ ലാൻഡ് പ്ലാന്റ്സ്. അതൊരു കറക്റ്റ് ഓപ്ഷനാണോ? അല്ല. കാരണം ബ്രയോഫൈറ്റ്സ് ആർ ജനറലി നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. അപ്പോൾ അതൊരു സക്സസ്ഫുൾ ലാൻഡ് പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ ലീവ് ഇൻ മാർഷി ഏരിയ. അപ്പോൾ അവർക്ക് വാട്ടർ മസ്റ്റാണ്. മാർഷി ഹാബിറ്ററ്റ് ഉണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. സോ ഒരു ലാൻഡ് പ്ലാന്റിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് അവർക്ക് ഇല്ല. അതുകൊണ്ട് ദിസ് ഓപ്ഷൻ ഈസ് റോങ്. ദെൻ ഹാപ്ലോയിഡ് ഗമീറ്റോഫൈറ്റ് ഈസ് ദ ഡൊമിനൻ്റ് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. അപ്പോൾ നമുക്കറിയാം, in algae and bryophyte the major phase is gametophyte. Gametophyte is always haploid. But in pteridophyte, gymnosperms and angiosperms major phase is sporophyte, diploid sporophyte. So ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബിക്കോസ് മേജർ phase of their life cycle is haploid gametophyte. That statement is correct. Then third statement, the sporophyte is divided into leaf-like, stem-like and root-like structure. ഇതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കാത്തവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം
ഏകദേശം ഇതേപോലത്തെ ഒരു സെൻറ്റൻസ് നമ്മൾ NCERT വായിക്കുന്നുണ്ട്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഹിയർ ദ സ്പോറോഫൈറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് ആൻഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ബ്രയോഫൈറ്റ് മേജർ ഫേസ് ഈസ് ഗമീറ്റോഫൈറ്റ്. നമ്മൾ ആ കാണുന്ന പ്ലാന്റ് ബോഡി ഗമീറ്റോഫൈറ്റ് അല്ലേ? അപ്പോൾ ഗമീറ്റോഫൈറ്റിൻ്റെ ആ പ്ലാന്റ് ബോഡി ഗമീറ്റോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയാണ്. ദാറ്റ് ഗമീറ്റോഫൈറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് ആൻഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. അങ്ങനെയാണ് NCERT പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റ് ഇവിടെ ഹൈലി റെഡ്യൂസ്ഡ് ആണ്. മേജർ ഫേസ് ഗമീറ്റോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ സ്പോറോഫൈറ്റ് അങ്ങനെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ബട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഗമീറ്റോഫൈറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു എന്നായിരുന്നെങ്കിൽ ദി സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നേനെ. പക്ഷേ അത് ശ്രദ്ധിക്കുക, ഹിയർ ഇറ്റ് ഈസ് ഗീവൺ ആസ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് അല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഗമീറ്റോഫൈറ്റ് ആണെന്നെങ്കിലേ ശരിയാകുമായിരുന്നുള്ളൂ. അപ്പോൾ ചിലർക്ക് അത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. NCERT വായിച്ചൊരു ഓർമ്മ വെച്ച് പെട്ടെന്ന് കറക്റ്റ് എന്നൊക്കെ എഴുതാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കറക്റ്റ് എന്നുള്ളത് ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യൂ. സ്പോറോഫൈറ്റ് അല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഗമീറ്റോഫൈറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു എങ്കിൽ ശരിയായിരുന്നേനെ. ഇവിടെ സ്പോറോഫൈറ്റ് ആയതുകൊണ്ട് ദിസ് ഓപ്ഷൻ ഈസ് റോങ്. ദെൻ നെക്സ്റ്റ് വൺ, മെയിൽ സെക്സ് ഓർഗൻസ് ആർ കോൾഡ് ആന്തറിഡിയം. ശരിയാണ്. ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ കോൾഡ് ആർക്കിഗോണിയം. സംശയമില്ല, കറക്റ്റാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് oogamous type and life cycle is diplontic. ലൈഫ് സൈക്കിൾ ഡിപ്ലോണ്ടിക് അല്ല. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണുന്നത് എവിടെയാണ്? ജിംനോസ്പംസ് ആൻഡ് ആൻജിയോസ്പംസിലാണ്. ഹിയർ ബ്രയോഫൈറ്റിലും ടെറഡോഫൈറ്റിലും ഒക്കെ ലൈഫ് സൈക്കിൾ ഈസ് സെറ്റ് ടു ബി ഹാപ്ലോ ഡിപ്ലോണ്ടിക്. ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ഇത് ശരിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് സൂഗാമസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ബട്ട് ലൈഫ് സൈക്കിൾ ഈസ് നോട്ട് ഡിപ്ലോണ്ടിക്, ഇറ്റ് ഈസ് ഹാപ്ലോ ഡിപ്ലോണ്ടിക്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. ദെൻ സെക്സ് ഓർഗൻസ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ജായ്ക്കറ്റഡ്. അതും ശരിയാണ്. മൾട്ടി സെല്ലുലാർ ആൻഡ് ജായ്ക്കറ്റഡ് സെക്സ് ഓർഗൻസ്. ദെൻ വാട്ട് ഈസ് ജായ്ക്കറ്റഡ് സെക്സ് ഓർഗൻ? ഇവർക്ക് ആന്ത്രിഡിയം, ആർക്കിഗോണിയൊക്കെ സെക്സ് ഓർഗൻസ് ആണ്. And the sex organs are covered by a layer of sterile cells. അപ്പോൾ സെക്സ് ഓർഗൻസിന് ഇങ്ങനെ ഒരു സ്റ്റെറൈൽ സെൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ലെയർ ഈസ് നോൺ ആസ് ജായ്ക്കറ്റ്. സോ നമുക്കത് ജായ്ക്കറ്റഡ് സെക്സ് ഓർഗൻസ് എന്ന് പറയാം. മൾട്ടി സെല്ലുലാർ ആണ്, സിംഗിൾ സെല്ലല്ല, യൂണിസെല്ലല്ല, മൾട്ടി സെല്ലുലാറുമാണ്, ജായ്ക്കറ്റഡുമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ യൂണിസെല്ലുലാർ ആൻഡ് നോൺ ജായ്ക്കറ്റഡ് സെക്സ് ഓർഗൻസ് ആർ സീൻ ഇൻ unicellular and non-jacketed sex organs are seen in algae. So in algae, sex organs are unicellular and non-jacketed. But in bryophytes, sex organs are multicellular and jacketed. അതൊരു ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടറാണ്. ബ്രയോഫൈറ്റിലും ടെറഡോഫൈറ്റും എല്ലാം അങ്ങനെയാണ്. സെക്സ് ഓർഗൻസ് എപ്പോഴും മൾട്ടി സെല്ലുലാറും ആയിരിക്കും, ജായ്ക്കറ്റഡും ആയിരിക്കും. ദേ ആർ കവേർഡ് ബൈ എ ലെയർ ഓഫ് സെൽസ്, സ്റ്റെറൈൽ സെൽസ് ആയിരിക്കും. ദാറ്റ് ഈസ് ജായ്ക്കറ്റഡ് എന്ന് പറയും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഏതൊക്കെ ശരി? ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സിക്സ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. Answer is option 2. Okay. Then next question. ഇവിടെ ഫ്ലോയത്തിൻ്റെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സീവ് ട്യൂബ് ഓർ സീവ് സെൽ ഈസ് ലീവിങ് ബട്ട് എ ന്യൂക്ലിയേറ്റഡ്. ശരിയല്ലേ? സീവ് സെല്ലും സീവ് ട്യൂബും ഒക്കെ ലീവിങ് സെൽസ് ആണ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആബ്സെൻ്റ് അല്ലേ? സോ ദേ ആർ എനുക്ലിയേറ്റഡ്. ശരി. സെക്കൻഡ് ഓപ്ഷൻ, സൈലം ആൻഡ് ഫ്ലോയം കോൺസ്റ്റിറ്റ്യൂട്ട് ദ വാസ്കുലാർ ബണ്ടിൽ. അത് ശരിയാണല്ലോ. വാസ്കുലാർ ബണ്ടിൽ ഈസ് സൈലം ആൻഡ് ഫ്ലോയം. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. തേർഡ്, ഫസ്റ്റ് ഫോംഡ് സൈലം എലമെൻറ്റ് ആൻഡ് ഫ്ലോയം എലമെൻറ്റ് ആർ കോൾഡ് മെറ്റാസൈലം ആൻഡ് മെറ്റാഫ്ലോയം റെസ്പെക്റ്റീവ്ലി. ഫസ്റ്റ് ഫോംഡ് സൈലം,
ഫസ്റ്റ് ഫോംഡ് സൈലത്തെ വിളിക്കുന്ന പേരെന്താ? മെറ്റാസൈലം എന്നാണോ പ്രോട്ടോസൈലം എന്നാണോ? ആദ്യം ഉണ്ടായ സൈലം, ആദ്യം ഫസ്റ്റ്, ദറ്റ് ഈസ് പ്രോട്ടോസൈലം, നോട്ട് മെറ്റാസൈലം. ഫസ്റ്റ് ഫോംഡ് സൈലം എലമെൻറ്റ് ഈസ് കോൾഡ് പ്രോട്ടോസൈലം. ആൻഡ് ഫ്ലോയം ആണെങ്കിൽ പ്രോട്ടോഫ്ലോയം. ഇവിടെ അത് മെറ്റാഫ്ലോയം എന്നല്ലേ തന്നിരിക്കുക. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റാക്കി എങ്ങനെ പറയാം? ഫസ്റ്റ് ഫോംഡ് സൈലം എലമെൻറ്റ് ആൻഡ് ഫ്ലോയം എലമെൻറ്റ്സ് ആർ കോൾഡ് പ്രോട്ടോസൈലം ആൻഡ് പ്രോട്ടോഫ്ലോയം റെസ്പെക്റ്റീവ്ലി. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരുന്നേനെ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. മനസ്സിലായോ? ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. ഫ്ലോയം ഫൈബേഴ്സ് ആർ ജനറലി ഇൻ പ്രൈമറി ഫ്ലോയം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൈമറി ഫ്ലോയത്തിലാണോ സെക്കൻഡറി ഫ്ലോയത്തിലാണോ ഫൈബേഴ്സ് കൂടുതൽ കാണാൻ പോസിബിലിറ്റി? ഇപ്പോൾ പ്രൈമറി ഫ്ലോയം ഈസ് സീൻ ഓൺലി ഇൻ എ പ്രൈമറി പ്ലാന്റ് ബോഡി, സെക്കൻഡറി ഫ്ലോയം ഈസ് സീൻ ഇൻ എ സെക്കൻഡറി പ്ലാന്റ് ബോഡി. അപ്പോൾ സെക്കൻഡറി തിക്കനിങ്ങിന് ശേഷം മെക്കാനിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ധാരാളം ഫൈബേഴ്സ് വേണം. സോ ഒരു ഫ്ലോയം ഫൈബേഴ്സ് കാണാൻ കൂടുതൽ പോസിബിലിറ്റി എവിടെയായിരിക്കും? സെക്കൻഡറി ഫ്ലോയത്തിലാണ്. കാരണം സെക്കൻഡറി പ്ലാന്റ് ബോഡി അല്ലേ കുറച്ചുകൂടി സ്ട്രക്ചറലി കുറേ കൂടി സ്റ്റേബിളായിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി ഒക്കെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഫൈബേഴ്സ് വേണം. ഫ്ലോയം ഫൈബേഴ്സ് ആർ ജനറലി സീൻ ഇൻ പ്രൈമറി ഫ്ലോയം എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡറി ഫ്ലോയം ആയിരുന്നു ശരി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ ഓപ്ഷൻ ഇ, ഫ്ലോയം പാരങ്കൈമ ഈസ് ആബ്സെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദി മോണോകോട്ട്സ്. ഫ്ലോയം പാരങ്കൈമ ഈസ് ആബ്സെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദി മോണോകോട്ട്. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇതൊക്കെ NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ്, എല്ലാം ശരിയാണ്. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സിയും ഡിയും. ഇതാണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലാജിനല്ല ആൻഡ് സാൽവീനിയ ആർ കൺസിഡേർഡ് ടു റെപ്രസെൻറ്റ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദ എവല്യൂഷൻ ഓഫ് സീഡ് ഹാബിറ്റ് ബിക്കോസ്. അപ്പോൾ ഇവിടെ സീഡ് ഹാബിറ്റിൻ്റെ എവല്യൂഷനുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. സീഡ് ഹാബിറ്റ് ആദ്യമായിട്ട് എവോൾവ് ചെയ്ത ഗ്രൂപ്പ്, സീഡ് ഉണ്ടായിട്ടില്ലെങ്കിലും സീഡ് ഹാബിറ്റിന് വേണ്ട പ്രീകഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് ഹാസ് എവോൾവ്ഡ് ഇൻ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം മോസ്റ്റ് ഓഫ് ദി ടെറിഡോഫൈറ്റ്സ് ആർ ഹോമോസ്പോറസ്, ബട്ട് സം ടെറിഡോഫൈറ്റ്സ് ആർ ഹെറ്ററോസ്പോറസ്. ഹോമോസ്പോറസ് ആണ് മോസ്റ്റ് ഓഫ് ദി ടെറിഡോഫൈറ്റ്സ്, ബട്ട് സം ആർ ഹെറ്ററോസ്പോറസ്. അപ്പോൾ ഇതിലൊരു സീഡ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ആദ്യമായിട്ട് എവോൾവ് ചെയ്ത ഗ്രൂപ്പ് ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ് ആണല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. അതായത് ഒരു സീഡ് ഫോം ചെയ്യണം. ഇപ്പോൾ ഇൻ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ദർ ഈസ് സീഡ് ഫോർമേഷൻ, സീഡ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു സീഡ് ഫോം ചെയ്യണമെങ്കിൽ ഒവ്യൂൾ ഓർ മെഗാസ്പൊറാഞ്ചിയം, ഒവ്യൂൾ ഈസ് ഓൾസോ നോൺ ആസ് മെഗാസ്പൊറാഞ്ചിയം. ഇപ്പോൾ ഒരു ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം അല്ലേ സീഡായിട്ട് മാറുക ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അതെ, അപ്പോൾ ആൻജിയോസ്പേംസിലും ജിംനോസ്പേംസിലും ഒക്കെ ഒവ്യൂളുണ്ട് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം ഉണ്ട്. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഇതാണ് സീഡായിട്ട് ഫോം ചെയ്യുക. അപ്പോൾ നമ്മളിത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ പോസിബിലിറ്റി ഉള്ളത് എവിടെയാണ്? ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റിലാണ്. വാട്ട് ഈസ് ഹെറ്ററോസ്പോറസ്? ഹെറ്ററോ മീൻസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ്. ഇവിടെ മൈക്രോസ്പോർട്സും മെഗാസ്പോർട്സും ഉണ്ട്. മൈക്രോ ആൻഡ് മെഗാസ്പോർട്സ്. മൈക്രോസ്പോർട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് മെഗാസ്പോർട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദി മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം അല്ലേ ഒവ്യൂള്. അപ്പോൾ ഒരു ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റയിൽ ദർ ഈസ് നോ സച്ച് മൈക്രോ ആൻഡ് മെഗാസ്പോർട്സ്. അപ്പോൾ ഇവിടെ മൈക്രോസ്പൊറാഞ്ചിയവും മെഗാസ്പൊറാഞ്ചിയവും ഒന്നുമില്ല. ആ പാടെ ഒരു സ്പൊറാഞ്ചിയേ ഉള്ളൂ. അതിനകത്ത് ഒരു ടൈപ്പ് സ്പൊറേ ഉണ്ടാകുന്നുള്ളൂ, ഓൺലി വൺ ടൈപ്പ്. നോ ഡിഫറൻസിയേഷൻ ഇൻ ടു മൈക്രോ ആൻഡ് മെഗാസ്പോർട്സ്. അപ്പോൾ അത്തരം കേസിൽ മെഗാസ്പൊറാഞ്ചി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു മെഗാസ്പൊറാഞ്ചിയം കൺസെപ്റ്റ് പറയാൻ പറ്റുന്നത് ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റയിലാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അതൊരു സീഡായിട്ട് മാറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഇത് എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഇവിടെ ഒരു സീഡ് ഫോർമേഷൻ നടന്നിട്ടില്ല എങ്കിലും ഒരു സീഡ് ഫോർമേഷനിലേക്ക് വേണ്ട ഒരു പ്രീകഴ്സറായിട്ട് ഈ ഒരു നേച്ചറിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഹെറ്ററോസ്പോറസ് നേച്ചർ, ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് മെഗാസ്പൊറാഞ്ചിയം. ദെൻ ഇൻ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ് ഇപ്പോൾ മെഗാസ്പൊറാഞ്ചിയം എന്ന് വിചാരിക്കുക. സ്ട്രോബൈഡസ് ഒക്കെ അറിയാമല്ലോ, ഇതൊരു മെഗാസ്പൊറാഞ്ചിയമാണ്. ദിസ് എ മെഗാസ്പൊറാഞ്ചിയം.
മെഗാസ്പോർട്സ് ഉണ്ട് ഇതിനകത്ത്. ഈ മെഗാസ്പോർട്സ് ഹാപ്ലോയിഡാണ്. ഈ മെഗാസ്പോർ ജെർമിനേറ്റ് ഇൻസൈഡ് ദ മെഗാസ്പൊറാഞ്ചിയം ഇറ്റ്സെൽഫ്. ഇതാണ് മെഗാസ്പൊറാഞ്ചിയം. ജെർമിനേഷൻ ഓഫ് മെഗാസ്പോർട്സ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ മെഗാസ്പൊറാഞ്ചിയം. അതറിയാമല്ലോ. അങ്ങനെ അതൊരു ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് മെഗാസ്പോർ. അത് ജെർമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ് ജെർമിനേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദി മെഗാസ്പൊറാഞ്ചിയം. അപ്പോൾ അങ്ങനെ ഒരു ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആയിട്ടത് മാറും. ഒരു മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. അതല്ലേ ആ മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. അപ്പോൾ ഇവിടെ ജെർമിനേഷൻ ഓഫ് മെഗാസ്പോർ നടക്കുന്നത് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂളിൻ്റെ അകത്ത് തന്നെയാണ്. മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ അകത്ത് നടക്കുന്നു. അത് രണ്ടാമത്തെ ഒരു പോസിബിലിറ്റിയാണ്. നമുക്കൊരു സീഡ് ഫോർമേഷന് മൂന്ന് പോസിബിലിറ്റീസ് പറയാം. ഒന്ന്, ഹെട്രോസ്പോറസ് നേച്ചർ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ, ദർ ഷുഡ് ബി എ ഹെട്രോസ്പോറസ് ഹാബിറ്റ്. സെക്കൻഡ് വൺ, ജെർമിനേഷൻ ഓഫ് മെഗാസ്പോർ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദി ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. ദെൻ തേർഡ് വൺ, ഈ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് തന്നെയാണ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുക. ആ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ഈസ് റീറ്റെയിൻഡ് ഓൺ ദി പേരൻ്റൽ സ്പോറോഫൈറ്റ്. ഇതല്ലേ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി. ഇൻ ടെറിഡോഫൈറ്റ് മേജർ ഫേസ് ഈസ് സ്പോറോഫൈറ്റ്. ഇതാണ് പേരൻ്റൽ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി. ആ പേരൻ്റൽ സ്പോറോഫൈറ്റിൽ തന്നെയാണ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് റീറ്റെയിൻ ചെയ്യുന്നത്. സോ റീറ്റെയിനിങ് ഓഫ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് in parental sporophyte. Retaining of female gametophyte in parental sporophyte. അപ്പോൾ parental ബോഡിയിൽ തന്നെ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് റീറ്റെയിൻ ചെയ്യുന്നു. ഇതൊരു സീഡ് ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അതിൻ്റെ ഒരു പ്രീകഴ്സർ ഫോം എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു എവല്യൂഷണറി ട്രെൻഡ് കാണിക്കുന്നുണ്ട്. സീഡായിട്ട് മാറാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ഇത് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആണ്. അതിൽ ഫീമെയിൽ ഗമീറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എഗ്. ആർക്കിഗോണിയൊക്കെ ഉണ്ടായി എഗ്ഗ് ഫോം ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടക്കും. സൈഗോട്ട് ഫോം ചെയ്യും. ദിസ് ഈസ് സൈഗോട്ട്. ദെൻ ദിസ് സൈഗോട്ട് അണ്ടർഗോസ് ഡിവിഷൻ ടു ഫോം ആൻ എംബ്രിയോ. സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നു മൈറ്റോസ് വഴി. അങ്ങനെ ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നു. സോ ദാറ്റ് എംബ്രിയോ ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദി ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. ഇപ്പോൾ ഫീമെയിൽ ഗമീറ്റോഫൈറ്റിനകത്ത് തന്നെ എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നു. സോ ദാറ്റ് ഈസ് എ ഫോർത്ത് പോയിന്റ്. Zygote develops into embryo inside the female gametophyte. ഇത്രയും ക്യാരക്ടേഴ്സൊക്കെ വന്നാൽ മസ്റ്റായിട്ടും ഇതൊരു സീഡായിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊരു എവല്യൂഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ടെറിഡോഫൈറ്റിൽ ഇത്രയും ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സീഡായിട്ട് മാറിയിട്ടില്ലെന്ന് മാത്രം. പക്ഷേ സീഡ് ഫോം ചെയ്യാൻ വേണ്ട എല്ലാ അഡാപ്റ്റേഷൻസും എല്ലാ പോസിബിലിറ്റീസും ഇവിടെ ഉണ്ട്. ഇൻ കേസ് ഓഫ് എ ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ്, മേജർ പ്ലാന്റ് ബോഡി ഈസ് സ്പോറോഫൈറ്റ്. അവിടെ നമുക്ക് ഒരു സ്പൊറാഞ്ചിയം ഉണ്ട്. അതിനകത്ത് സ്പോർട്സ് ഉണ്ട്. ഇവിടെ നമ്മൾ മൈക്രോസ്പോർ മെഗാസ്പോർ ഡിഫറൻസിയേഷൻ ഇല്ല. സ്പോർ മച്ചുറായി കഴിയുമ്പോൾ സ്പൊറാഞ്ചിയത്തിൽ നിന്ന് റിലീസ് ചെയ്യും. സോയിലിലേക്ക് റിലീസ് ചെയ്യും. സോയിലിൽ വെച്ചത് ജെർമിനേറ്റ് ചെയ്ത് ഒരു ഗമീറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഇവിടെ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് മെയിൽ ഗമീറ്റോഫൈറ്റ് ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇതൊരു ഗമീറ്റോഫൈറ്റ് എന്നേ പറയാൻ പറ്റും. ദിസ് ഗമീറ്റോഫൈറ്റ് ഈസ് കോൾഡ് പ്രോതാലസ്. അപ്പോൾ അതിൽ ആന്ത്രഡിയോ ആർക്കിഗോണിയോ ഒക്കെ ഫോം ചെയ്യും. ദെൻ ഫെർട്ടിലൈസേഷൻ നടക്കും. വേറെ സംഭവം. ഇവിടെ ഒരു ഗമീറ്റോഫൈറ്റ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് മെയിൽ ഗമീറ്റോഫൈറ്റ് എന്ന് ഡിഫറൻസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഒരേ ഒരു ഗമീറ്റോഫൈറ്റേ ഉള്ളൂ. ദാറ്റ് ഗമീറ്റോഫൈറ്റ് ഈസ് കോൾഡ് പ്രോതാലസ്. അപ്പോൾ ഇവിടുത്തെ ഗമീറ്റോഫൈറ്റ് പേരൻ്റൽ സ്പോറോഫൈറ്റിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതല്ലേ പേരൻ്റൽ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി. ദിസ് ഈസ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി. അതിൽ നിന്ന് അത് റിലീസ് ചെയ്ത് പുറത്തേക്ക് പോയി സോയിലിൽ കടന്നിട്ടല്ലേ പുതിയ ഗമീറ്റോഫൈറ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ ഇവിടുത്തെ ഗമീറ്റോഫൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പോറോഫൈറ്റ്, പേരൻ്റൽ സ്പോറോഫൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ ഒരു സീഡായിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം ഇവിടെ ഒരു മെഗാസ്പൊറാഞ്ചിയം ഇല്ല. ഒരു ഗമീറ്റോഫൈറ്റിന് ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്ത് ആണ്. ഫ്രീ ആയിട്ടത് പേരൻ്റൽ സ്പോറോഫൈറ്റിൽ നിന്ന് മാറിയാണ് വളരുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയാലും അവിടെ ഒരു സീഡ് ഫോർമേഷനുള്ള ചാൻസ് ഇല്ല. സീഡ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ ഹിയർ ഈ എല്ലാ ഫീച്ചേഴ്സും ഒരു സീഡ് ഫോർമേഷന് ഫേവറബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ആപ്ലിക്കബിൾ ആണ്. സോ എങ്കിലും സീഡ് ഫോം ചെയ്യുന്നില്ല. എവല്യൂഷൻ പ്രോഗ്രസ് ചെയ്ത് നെക്സ്റ്റ് ജിംനോസ്പേംസ് എത്തിയപ്പോഴേക്കും ഇതൊരു സീഡായിട്ട് ഡെവലപ്പ് ചെയ്തു. ആൻജിയോസ്പേംസിലും ദർ ഈസ് സീഡ് ഫോർമേഷൻ. ബട്ട് ഇൻ ടെറിഡോഫൈറ്റ് സീഡ് ഫോർമേഷന് വേണ്ട എല്ലാ പ്രീകഴ്സേഴ്സും ഇവിടെ റെഡിയാണ്. പക്ഷേ സീഡായിട്ട് മാറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ.
Then we can go to the option. ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ മെഗാസ്പോർട്സ് പോസസ് എൻഡോസ്പേം ആൻഡ് എംബ്രിയോ സറൗണ്ടഡ് ബൈ സീഡ് കോട്ട്. ഇപ്പോൾ മെഗാസ്പോറിന് അങ്ങനെ ഒരു പോസിബിലിറ്റി എൻഡോസ്പേമോ എംബ്രിയോ അതൊന്നുമില്ല. ആ ഓപ്ഷൻ തന്നെ റോങ് ആണ്. അല്ലെങ്കിലും അതിന് സീഡ് ഹാബിറ്റുമായിട്ട് യാതൊരു കണക്ഷൻ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ കറക്റ്റ് അല്ല. ദെൻ എംബ്രിയോ ഡെവലപ്സ് ഇൻ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് വിച്ച് ഈസ് റീറ്റെയിൻഡ് ഓൺ പേരൻറ്റ് സ്പോറോഫൈറ്റ്. എംബ്രിയോ ഡെവലപ്സ് ഇൻ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്, ശരിയല്ലേ? ഈ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത് ഫീമെയിൽ ഗമീറ്റോഫൈറ്റിലല്ലേ? ശരിയാണ്. വിച്ച് ഈസ് റീറ്റെയിൻഡ് ഓൺ പേരൻ്റൽ സ്പോറോഫൈറ്റ്. അത് റീറ്റെയിൻ ചെയ്യുന്നത് പേരൻ്റൽ സ്പോറോഫൈറ്റ് തന്നെയല്ലേ? യെസ്, ഇതായിരിക്കും ആൻസർ. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ഒരു സീഡ് ഫോർമേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായി? ഞാൻ തേർഡ് ഓപ്ഷൻ വായിക്കാം. ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ഈസ് ഫ്രീ ആൻഡ് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് ലൈക്ക് സീഡ്. ഇവിടെ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ഫ്രീ ആണോ? അല്ല. ഹിയർ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ പേരൻ്റൽ സ്പോറോഫൈറ്റ് ആണ്, അത് ഫ്രീ അല്ല. അപ്പോൾ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. ദെൻ പ്രോത്താലസ് ബിയേഡ്സ് ആർക്കിഗോണി ആൻഡ് ആന്ത്രഡിയ. പ്രോത്താലസ് ഒക്കെ പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പിന്നെ ഹോമോസ്പോർ സീഡോഫൈറ്റ്. അത് ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ അതിന് സീഡ് ഹാബിറ്റുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. സോ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. സോ ആൻസർ വിൽസ് ഈ ഓപ്ഷനും കറക്റ്റ് അല്ല. സോ ആൻസർ ഓപ്ഷൻ 2, എംബ്രിയോ ഡെവലപ്സ് ഇൻ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് വിച്ച് ഈസ് റീറ്റെയിൻഡ് ഓൺ പേരൻ്റൽ സ്പോറോഫൈറ്റ്. So this is the answer. Okay. Then move to the next question. When secondary growth in thickness is initiated in a dicot root, which of the following happens first? ഇപ്പോൾ ഡൈക്കോട്ട് റൂട്ടിൻ്റെ സെക്കൻഡറി തിക്കനിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു റൂട്ടിൻ്റെ ക്രോസ് സെക്ഷനാണ്, പിത്ത് പോർഷനാണ്. എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, സൈലം, ഫ്ലോയം. അപ്പോൾ ഇവിടെ ഡൈക്കോട്ട് റൂട്ടിൽ in order to form a vascular cambium, ഈ പെരിസൈക്കിൾ സെൽസ് ജസ്റ്റ് അഡ്ജസൻറ്റ് ടു ഈച്ച് പ്രോട്ടോസൈലം, ഇതല്ലേ പ്രോട്ടോസൈലം. അപ്പോൾ ഈ പെരിസൈക്കിൾ സെൽസ് അണ്ടർഗോസ് ഡി ഡിഫറൻസിയേഷൻ ടു ഫോം മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്സ്. ഇത് ഡി ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്സ് ഫോം ചെയ്യും. ഇവിടെ അതുപോലെ മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്പ്, ഇവിടെയും മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്പ് ഫോം ചെയ്യും, ഇവിടെയും മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്സ് ഫോം ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഹിയർ ഓൾസോ, അതായത് ഈ ഇതാണ് ഫ്ലോയം. ഫ്ലോയത്തിന് തൊട്ട് താഴെയുള്ള ടിഷ്യൂസ് ഇതും ഡി ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്സ് ഫോം ചെയ്യും, അല്ലേ? അപ്പോൾ രണ്ട് മേജർ ഈവൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന ഡൈക്കോട്ട് റൂട്ട് സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മേജർ ഇവൻസ് ആണ്. ഒന്ന് പ്രോട്ടോസൈലത്തിനോട് ചേർന്നിരിക്കുന്ന പെരിസൈക്കിൾ സെൽസ് അണ്ടർഗോസ് ഡി ഡിഫറൻസിയേഷൻ ടു ഫോം മെരിസ്റ്റം. അറ്റ് ദ സെയിം ടൈം ഫ്ലോയത്തിന് തൊട്ട് താഴെയുള്ള ടിഷ്യൂസ് അണ്ടർഗോസ് ഡി ഡിഫറൻസിയേഷൻ ടു ഫോം മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്സ്. പിന്നെ അതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് റിങ്ങായിട്ട് മാറിക്കോളും. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. പോർഷൻ ഓഫ് കൺജക്റ്റീവ് പാരങ്കീമ പ്രസൻസ് ബിലോ ദി ഫ്ലോയം ബണ്ടിൽ ഫോംസ് സെൽസ് ഓഫ് വാസ്കുലർ കേമ്പിയം. പോർഷൻ ഓഫ് കൺജക്റ്റീവ് പാരങ്കീമ ബിലോ ഫ്ലോയം, ഇതല്ലേ കൺജക്റ്റീവ് ടിഷ്യൂ, ശരിയല്ലേ? അണ്ടർഗോസ് ഡി ഡിഫറൻസിയേഷൻ ടു ഫോം വാസ്കുലർ കേമ്പിയം, ശരി. പോർഷൻ ഓഫ് ദി പെരിസൈക്കിൾ above the protosylum becomes meristematic and forms vascular cambial cells. പ്രോട്ടോസൈലത്തിന് മുകളിലുള്ളത് അതും ശരിയാണ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ബോത്ത് 1 and 2. ഇതല്ല എൻ്റെ ആൻസർ. ഓപ്ഷൻ 3, ബോത്ത് 1 and 2. കേമ്പിയൽ ഇനീഷ്യൽസ് ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം ഡിവൈഡ്, അതും ശരിയാണ്. പക്ഷേ ക്വസ്റ്റിൻ്റെ അകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇവൻറ്റ്സ് ഹാപ്പൻസ് ഫസ്റ്റ്. ആദ്യം സംഭവിക്കുന്നത്, ആദ്യം നടക്കുന്നത്, ഫസ്റ്റ് 2 ഇവൻറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് രണ്ടുമാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി, ഓപ്ഷൻ 3 വരും, ബോത്ത് 1 and 2. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ആക്സോനിയം. ആക്സോനിയമിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ദാറ്റ് ഈസ് ആക്സോനിയം. ഇറ്റ് ഈസ് ദ പ്രോട്ടീനേഷ്യസ് കോർ ഓഫ് യൂക്യാരിയോട്ടിക് ഫ്ലജല്ല ആൻഡ് സീലിയ. ആക്സോനിയം ഹാസ് 9+2 ഓർഗനൈസേഷൻ. ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. 9+2 ഓർഗനൈസേഷൻ. ഹിയർ 9 പെരിഫറൽ ഡബ്ലറ്റ്സ് ആർ 9 പെരിഫറൽ ഡബ്ലറ്റ്സ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. ആണ് 9 പെരിഫറൽ ഡബ്ലറ്റ്സ്. ദെൻ 2 സെൻട്രൽ സിംഗ്ലറ്റ്സ് ഉണ്ട്.
2 central singlets of microtubules. So these central singlets are covered by a central sheath. Then each subtubule is connected to central sheath by radial spoke. ഇതെല്ലാം പഠിച്ചതല്ലേ? This arrangement is called 9+2 arrangement. And here is a connection. A protein bridge ഉണ്ട്. Inter singlet bridge. Adjacent doublets are also connected by inter doublet bridge. This arrangement is called 9+2 arrangement. ഇതാണ് ആക്സോണിയമിൻ്റെ സ്ട്രക്ചർ. Then it is covered by cell membrane. This axonium is covered by cell membrane. Then നമുക്ക് ഓപ്ഷൻ നോക്കാം. Central sheath is connected to one of the tubule of each peripheral doublet by radial spoke. കണ്ടില്ലേ? Central sheath is connected to one of the tubule of each peripheral doublet. കണക്ട് ചെയ്തിട്ടുണ്ട്. റേഡിയൽ സ്പോക്ക് ആണ്. കറക്റ്റാണ്. അപ്പോൾ ദിസ് ഓപ്ഷൻ കറക്റ്റ്. ആക്സോണിയം ഈസ് നോട്ട് കവേർഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ അറ്റ് ഓൾ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. ഇവിടെ ആക്സോണിയം ഈസ് കവേർഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. ആക്സോണിയം ഈസ് നോട്ട് കവേർഡ് ബൈ അല്ല, കവേർഡ് ബൈ എന്നാണെങ്കിൽ ശരി. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മൈക്രോട്യൂബ്യൂൾ ഈസ് 9+0. 9+0 അല്ല, 9+2. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. പെരിഫറൽ ഡബ്ലറ്റ്സ് ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഇതല്ലേ പെരിഫറൽ ഡബ്ലറ്റ്സ്? അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ട് ഇൻ്റർ ഡബ്ലറ്റ് ബ്രിഡ്ജസ് ഇല്ലേ? അപ്പോൾ പെരിഫറൽ ഡബ്ലറ്റ്സ് ആർ നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ ഫാൾസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. സെൻട്രൽ ഷീത്ത് ഈസ് കണക്റ്റഡ് ടു വൺ ഓഫ് ദി ട്യൂബ്യൂൾ ഓഫ് ഈച്ച് പെരിഫറൽ ഡബ്ലറ്റ് ബൈ റേഡിയൽ സ്പോക്ക്. സോ ടോട്ടലി 9 റേഡിയൽ സ്പോക്സ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 8, 9. 9 റേഡിയൽ സ്പോക്സ് വിൽ ബി there. So answer is option 1. So next question. Following sentences describe all the essential stages that takes place during meiosis except. ഇപ്പോൾ മിയോസിസിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിയോസിസ്. സോ മിയോസിസ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ ഡിപ്ലോയിഡ് സെൽ. ദാറ്റ് സെൽ ഈസ് കോൾഡ് മിയോസൈറ്റ്. സോ ഇൻ G1 phase ഇറ്റ്സ് ക്രോമസോം നമ്പർ എത്ര? 2n ആണ്. Amount of DNA will be 2C in G1 phase. And next phase, S phase, here duplication of DNA takes place. അറിയാലോ. But chromosome number will be same, that is 2n ആയിരിക്കും. But amount of DNA will be doubled, that is 4C. Then G2 phase also there is 2n 4C condition. Then meiosis 1, prophase 1, metaphase 1, anaphase 1, telophase 1. Then meiosis 2, that is prophase 2, metaphase 2, anaphase 2, telophase 2. അപ്പോൾ meiosis 1, meiosis 2, then G1, S, G2 ഈ 3 ഫേസും ഉണ്ട്. ദെൻ പ്രോപ്പറായിട്ടുള്ള മിയോട്ടിക് ഡിവിഷൻ നടക്കുന്ന ഫേസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 2n 2C എന്നുള്ളത് എസ് ഫേസിൽ 2n 4C. എമൗണ്ട് ഓഫ് ടീനെ ഡബിൾ ചെയ്തു. ബട്ട് ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. ഇനി മിയോസിസ് 1-ൽ ഈ അനാഫേസ് 1 നടക്കുമ്പോഴല്ലേ ക്രോമസോം ഹോമലോഗസ് പെയർ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് വശത്തേക്ക് മൂവ് ചെയ്യുക. അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ക്രോമസോം നമ്പർ വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ്. അപ്പോൾ 2n എന്നുള്ളത് n ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ പെയർ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പം ഒരു 20 ഇപ്പോൾ 46 ക്രോമസോം ആണെങ്കിൽ 23 പെയറാണ്. അപ്പം 23 ഒരു സൈഡിലേക്കും ഒരു സൈഡിലേക്ക് 23 പോകും. അപ്പോൾ നമ്പർ വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ്. And also amount of DNA will be reduced into half. The 2n 4C condition will become n 2C condition in anaphase 1. അപ്പോൾ ക്രോമസോം നമ്പറും പകുതിയായിട്ട് റെഡ്യൂസ് ചെയ്തു, എമൗണ്ട് ഓഫ് DNA പകുതിയായി റെഡ്യൂസ് ചെയ്തു. ഇനി മിയോസിസ് 2, ദാറ്റ് ഈസ് ഇൻ അനാഫേസ് 2, വീണ്ടും ഈച്ച് ക്രോമസോം അണ്ടർഗോസ് സ്പ്ലിറ്റിംഗ്. അപ്പോൾ n 2C എന്നുള്ള കണ്ടീഷൻ NC കണ്ടീഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ 4 സെൽസ് ആയിട്ട് മാറുവാണോ? ഈച്ച് സെല്ലിൽ വിൽ ബി NC. അപ്പോൾ എമൗണ്ട് ഓഫ് DNA N, നമ്പർ ഓഫ് ക്രോമസോം N, എമൗണ്ട് ഓഫ് DNA C. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 സക്സസീവ് ഡിവിഷൻസ് വിത്തൗട്ട് എനി DNA റെപ്ലിക്കേഷൻ ഒക്കറിങ് ബിറ്റ്വീൻ ദം. ഇവിടെ 2 ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. DNA റെപ്ലിക്കേഷൻ ആ പാടെ നടക്കുന്ന ഫേസ് എസ് ഫേസ് ആണ്. ഒരേ ഒരു DNA റെപ്ലിക്കേഷനേ ഉള്ളൂ. ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എസ് ഫേസ്. അല്ലാതെ ഈ 2 മിയോസിസ് 1 മിയോസിസ് 2 ഇടയ്ക്കുള്ള ഫേസിലൊന്നും DNA റെപ്ലിക്കേഷൻ ഇല്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ,
Formation of chiasmata and crossing over. Chiasmata, crossing over, all these events takes place in prophase 1. Prophase 1, leptotin, zygotin, pachytine, diplotin, diakinesis. അങ്ങനെ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പാക്കറ്റിൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക, ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ് കയാസ്മ ഫോർമേഷൻ നടക്കുക. അപ്പോൾ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ദെൻ തേർഡ്, ഡിസ്ജങ്ഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം. അതും ശരിയാണ്. ഡിസ്ജങ്ഷൻ നടക്കുന്ന ഫേസ് ആണ്, ആ ഫേസ് ആണ് ഹോമോലോഗസ് പെയർ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ആ ഫേസ് 1. സോ ദാറ്റ് ഈസ് കറക്റ്റ്. നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഡോട്ടർ സെൽസ് ആഫ്റ്റർ മിയോസിസ് 2 ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ് ബട്ട് ദ എമൗണ്ട് ഓഫ് DNA റിമൈൻസ് ദ സെയിം. ഇപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത്, ഇതാണ് ഇനീഷ്യൽ സെല്ല്, G1 ഫേസിലിരിക്കുന്ന ഒരു സെല്ല്, കണ്ടീഷൻ 2 and 2C ആണ്. ഡിവിഷൻ കഴിയുമ്പോൾ അത് NC ആയിട്ടല്ലേ കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്പർ ഓഫ് ക്രോമസോം ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ്, അത് ശരിയാണ്. 2N ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു N, ബട്ട് ദ എമൗണ്ട് ഓഫ് DNA റിമൈൻസ് സെയിം, അത് ശരിയാണോ? അല്ല, കാരണം ഇവിടെ 2C എമൗണ്ട് ആയിരുന്നു, ഡിവിഷൻ കഴിഞ്ഞപ്പോഴേക്കും അത് C ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മിയോസിസ് ബോത്ത് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് എമൗണ്ട് ഓഫ് DNA വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകും. ഇവിടെ എമൗണ്ട് ഓഫ് DNA സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ആൻസർ ഈസ് റോങ്. So this option is wrong. So answer is option 4. Next question. Which of the following is not a part of the transpiration, cohesion, adhesion and mechanism of ascent of sap? നമുക്കറിയാം, നല്ല ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇൻസ്റ്റാറ്റിക്കകത്തുള്ള ക്വസ്റ്റൻ ആണ്. സോ ഓപ്ഷൻ 1, ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ മീസോഫിൽ സെൽസ് വിച്ച് ഇനീഷ്യേറ്റ്സ് എ പുൾ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദി നൈബറിംഗ് സെൽസ്. ശരിയല്ലേ? ഇപ്പോൾ ലീഫിൻ്റെ മീസോഫിൽ സെല്ലിൽ നിന്ന് ട്രാൻസ്പിറേഷൻ ലോസ് വഴി വാട്ടർ പുറത്തേക്ക് പോകും. ഇവിടെ ഒരു നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് നെഗറ്റീവ് ടെൻഷൻ ഈസ് കോൾഡ് ട്രാൻസ്പിറേഷൻ പുൾ. ഈ ട്രാൻസ്പിറേഷൻ പുൾ, ഇപ്പോൾ ഈ സെല്ലിൽ നിന്നാണ് വാട്ടർ പുറത്തേക്ക് പോയത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സെല്ലിൽ നിന്ന് വാട്ടർ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ, കാരണം ഇവിടുത്തെ വാട്ടർ പോയി കഴിയുമ്പോൾ ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും, കുറയും. അപ്പോൾ തൊട്ടടുത്ത സെല്ലിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈ വാട്ടർ പൊട്ടൻഷ്യലും ഇവിടെ ലോ വാട്ടർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സെല്ലിൽ നിന്ന് കുറഞ്ഞ സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ചെയിൻ പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് സൈലം മസൽ വഴി എക്സ്റ്റെൻഡ് ചെയ്ത് ഈ മുകളിൽ നിന്നുള്ള നെഗറ്റീവ് ടെൻഷൻ വിൽ ബി ഫൈനലി അപ് ടു ദ റൂട്ട് ഹെയർ സെൽ. റൂട്ട് ഹെയർ സെല്ല് വരെ ആ നെഗറ്റീവ് ടെൻഷൻ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇതിലെ ട്രാൻസ്പിറേഷൻ പുള്ള് മൂലം ഉണ്ടായ നെഗറ്റീവ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ വായിച്ച് നോക്കിയാൽ, ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ മീസോഫിൽ സെൽസ് വിച്ച് ഇനിഷ്യേറ്റ് എ പുൾ, ദാറ്റ് ഈസ് ട്രാൻസ്പിറേഷൻ പുൾ ഫ്രം ദി നൈബറിംഗ് സെൽസ്. ശരിയല്ലേ? സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ, ഹൈഡ്രോഫിലിക് വാൾ ഓഫ് നാരോ ട്രക്കീഡ്സ് ആൻഡ് സൈലം വെസൽസ് ദാറ്റ് ഹെൽപ്പ് ടു റൈസ് ദ കോളം ഓഫ് വാട്ടർ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതും ശരിയാണ്. ഇത് നാരോ വെസൽസ് ആണ്. ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ആർ നാരോ ട്യൂബ്സ്. അതുകൊണ്ട് ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ കറക്റ്റ്. തേർഡ് വൺ, റിഡക്ഷൻ ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ഇൻ ദ സർഫസ് ഫിലിം ഓഫ് മീസോഫിൽ ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. അപ്പോൾ ഇവിടുന്ന് ഈ മീസോഫിലിൽ നിന്ന് വാട്ടർ ലോസ് ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു റിഡക്ഷൻ ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ടാകും. ശരിയാണല്ലോ? അതുകൊണ്ടല്ലേ ഈ ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ സെല്ലിൽ നിന്ന് വാട്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അതും ശരിയാണ്. ലാസ്റ്റ് വൺ, ദ ആക്റ്റീവ് പമ്പിങ് ഓഫ് വാട്ടർ ഇൻ ടു ദി സൈലം ഓഫ് റൂട്ട്. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ടെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് റൂട്ട് ഹെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വാട്ടർ, ഇപ്പോൾ സോയിലിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസിന് പാസീവായിട്ട് റൂട്ട് ഹെയറിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ആക്റ്റീവ് പ്രോസസ്സ് അല്ല, എനർജിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ നെഗറ്റീവ് ടെൻഷൻ്റെ റിസൾട്ട് മൂലം വാട്ടർ മോളിക്യൂൾസ് വിൽ ബി പാസീവ്ലി എൻ്ററിങ് ഇൻ ടു ദി റൂട്ട് ഹെയർ സെൽസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് എന്നുള്ള ടേം വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയത്. പാസീവ് എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നേനെ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കെമിയോസ്മോട്ടിക് സിന്തസിസ് ഓഫ് ATP, H+ diffuses through ATP synthase. സോ ഇൻ കെമിയോസ്മോട്ടിക് സിന്തസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് തൈലക്കോയിഡ് ഗ്രാനയാണ്. ഇത് സ്പേസ് ഈസ് ലൂമൻ. ഇതാണ് സ്ട്രോമ. അപ്പം H+ ions will be pumped into the lumen in order to create a proton gradient, അല്ലേ? അപ്പോൾ ഇവിടെ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, സ്ട്രോമയിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഇതല്ലേ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. ഇനി ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോഴല്ലേ എനർജി റിലീസ് ചെയ്യുക. ബ്രേക്ക് ചെയ്യണമെങ്കിൽ H+ ions will be pumped from lumen to stroma through ATP synthetase enzyme. This is ATP synthetase enzyme. ATP ഉണ്ടാക്കുന്ന എൻസൈം അല്ലേ അത്? ATP synthetase enzyme. അപ്പോൾ ഇവിടെ ATP സിന്തസൈസ് ചെയ്യണമെങ്കിൽ, ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ H+ ions will be pumped from lumen to stroma. അതല്ലേ കറക്റ്റ്?
അല്ലാതെ തിരിച്ചിങ്ങോട്ടാണോ പമ്പ് ചെയ്യേണ്ടത്? അല്ല. ATP സിന്തറ്റൈസിലൂടെ പാസ് ചെയ്ത് പോകുന്നത് ലൂമനിൽ നിന്ന് സ്ട്രോമയിലേക്കാണ്, പുറത്തേക്കാണ് പോവുക. ഇനി ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ ഫ്രം സ്ട്രോമ ഇൻറ്റു തൈലക്കോഡ് ലൂമൻ ഓർ സ്പേസ്, ശരിയാണോ? അല്ല. ഫ്രം തൈലക്കോഡ് ലൂമൻ ഇൻറ്റു സ്ട്രോമ, തൈലക്കോഡ് ലൂമൻ ഇൻറ്റു സ്ട്രോമ, അതല്ലേ ശരി? സോ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. ദെൻ ഫ്രം സൈറ്റോപ്ലാസം ടു സ്ട്രോമ, ശരിയല്ല. ഫ്രം പെരിപ്ലാസിഡ് സ്പേസ് ടു സ്ട്രോമ, ഇതല്ലേ പെരിപ്ലാസിഡ് സ്പേസ്, ഇവിടുന്ന് സ്ട്രോമയിലേക്കാണോ പോവുക? അല്ല. അപ്പോൾ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എനർജി ഈൽഡിങ് പ്രോസസ്? റെസ്പിറേഷൻ ആണ്. അപ്പോൾ സം സ്റ്റെപ്സ് ഇൻ ഗ്ലൈക്കോൾസ് ആർ ഗിവൺ ഹിയർ. അപ്പോൾ ഇതിൽ എനർജി ഈൽഡ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? എനർജി ഈൽഡ് ചെയ്യുക പ്രോസസ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 2-phosphoglycerate to 2-phosphoenol pyruvic acid. 2-phosphoglyceric acid 2-phosphoenol pyruvic acid എന്ന സ്റ്റെപ്പിൽ ATP സിന്തസിസ് നടക്കുന്നില്ല, അവിടെ ഒരു ഡീഹൈഡ്രേഷൻ മാത്രമേ ഉള്ളൂ. സോ അതല്ല. ഫ്രക്ടോസ് ടു ഫ്രക്ടോസിക്സ് ഫോസ്ഫേറ്റ്, അവിടെ ഫ്രക്ടോസിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോൾ ATP യൂട്ടിലൈസേഷനാണ്, നോട്ട് ATP ഫോർമേഷൻ. അപ്പോൾ അതുമല്ല. ഫോസ്ഫോഇനോൾ പൈരുവിക് ആസിഡ് ടു പൈരുവിക് ആസിഡ്, ലാസ്റ്റ് സ്റ്റെപ്പ്. ഫോസ്ഫോഇനോൾ പൈരുവിക് ആസിഡിൽ നിന്ന് പൈരുവിക് ആസിഡ് ഉണ്ടാകുന്ന സ്റ്റെപ്പിൽ 1 ATP ഫോം ചെയ്യുന്നില്ലേ? സോ ഇതാണ് എനർജി ഈൽഡ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് ടു PGL ആൻഡ് DHAP, അവിടെ ഒന്നും ATP ഫോർമേഷൻ ഇല്ല. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ATP ഫോർമേഷൻ ഉണ്ട്. സോ ദിസ് ഈസ് ദി എനർജി ഈൽഡിങ് സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ATP ഉണ്ടാകുന്നത് ഡയറക്റ്റ് ATP ആണ്, അതായത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഓർ ഡയറക്റ്റ് ATP ഫോർമേഷൻ നടക്കുന്ന സ്റ്റെപ്പാണ്. ഡയറക്റ്റ് ATP ഫോം ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. Next question. Sort out correct points from 1 to 6 for albuminous and non-albuminous seed. അപ്പോൾ A എന്ന് പറയുന്നത് ആൽബുമിനസ് സീഡും B ഓപ്ഷൻ നോൺ ആൽബുമിനസ് സീഡുമാണ്. ഇതിൽ ഏതൊക്കെയാണ് ആൽബുമിനസിൻ്റെ ക്യാരക്ടർ, നോൺ ആൽബുമിനസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, മാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻഡോസ്പേം ആബ്സെൻറ്റ്, നോ എൻഡോസ്പേം, എൻഡോസ്പേം ഇല്ലാത്ത സീഡ് ഏതാ? നോൺ ആൽബുമിനസ് സീഡാണ്, അത് B ആണ്. എൻഡോസ്പേം പ്രസൻറ്റ്, ദാറ്റ് ഈസ് ആൽബുമിനസ് സീഡ്, A ആണ്. കോട്ടിലിഡൻസ് തിൻ കോട്ടിലിഡൻസ് കാണുന്നത് എവിടെയാണ്? ആൽബുമിനസ് സീഡിലാണ്, അപ്പോൾ അത് ഓപ്ഷൻ A. കോട്ടിലിഡൻസ് തിക്ക്, ലാർജ് കോട്ടിലിഡൻസ് ഒക്കെ കാണത്തില്ലേ, അത് ഡൈക്കോട്ട് സീഡ്, അതായത് നോൺ ആൽബുമിനസ് സീഡാണ്, അപ്പോൾ B. ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ കോട്ടിലിഡൻസ്, അത് നോൺ ആൽബുമിനസ് ആണ്, B. ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ എൻഡോസ്പേം, ദാറ്റ് ഈസ് ആൽബുമിനസ് ആണ്, A. A വരുന്നത് ഏതൊക്കെയാണ്? 2, 3, 6. B വരുന്നത് 1, 4, 5. So answer is option 1. Mother and father of a person with blood group O have A and B blood groups respectively. What would be the genotype of both mother and father? ഒരു പേഴ്സൺ ആണ്, ഒരാൾ, അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. സോ അയാളുടെ ജീനോടൈപ്പ് I0 അല്ലെങ്കിൽ സ്മോൾ i ആണ് ജീനോടൈപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു ജീനോടൈപ്പ് പറയണം. മദർ ഫാദർ B. അപ്പോൾ ഇങ്ങനെ ഒരു ജീനോടൈപ്പാണ് ഇയാൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ I0 എന്നൊരു ജീനോടൈപ്പ് പറയണമെങ്കിൽ 1 allele ഫ്രം മദർ ആൻഡ് ദി അതർ allele ഫ്രം ഫാദർ, ഇങ്ങനെ പറയണം. അപ്പോൾ ഇയാളുടെ മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A എന്നും ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു allele ഇവിടെ I0 ആണ്, അപ്പോൾ മറ്റേ allele എന്തായിരിക്കും? മസ്റ്റായിട്ടും IA ആയിരിക്കും. ഇവിടുത്തെ അടുത്ത allele എന്തായിരിക്കും? IB ആയിരിക്കും. അതായത് ഫാദറും മദറും ഹെറ്ററോസൈഗസ് ആയിരിക്കുമോ ഹോമോസൈഗസ് ആയിരിക്കുമോ? ഹെറ്ററോസൈഗസ് ആയിരിക്കും. എങ്കിൽ മാത്രമല്ലേ ഇവിടെ നിന്ന് ഈ allele ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഈ allele ഇങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എങ്കിലല്ലേ O ഗ്രൂപ്പുള്ള ചൈൽഡ് അവർക്കുണ്ടാകാൻ പറ്റും, അല്ലേ? അത് മസ്റ്റായിട്ടും പേരൻസ് ജീനോടൈപ്പ് മസ്റ്റ് ബി ഹെറ്ററോസൈഗസ്. ഓക്കെ, ഇതിന് ഓപ്ഷൻ നോക്കാം. മദർ ഈസ് ഹോമോസൈഗസ് ഫോർ A ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഫാദർ ഈസ് ഹെറ്ററോസൈഗസ്. ഇവിടെ ഹോമോസൈഗസ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ പറയാൻ പറ്റുമോ? ഇല്ല, അത് മസ്റ്റായിട്ടും എന്തായിരിക്കും? ഹെറ്ററോസൈഗസ് ആയിരിക്കണം. അപ്പോൾ അത് തെറ്റാണ്. മദർ ഈസ് ഹെറ്ററോസൈഗസ് ഫോർ A ആൻഡ് ഫാദർ ഈസ് ഹോമോസൈഗസ് ഫോർ B. ഫാദറും ഹെറ്ററോസൈഗസ് ആയിരിക്കണം. ബോത്ത് മദർ ആൻഡ് ഫാദർ ആർ ഹെറ്ററോസൈഗസ് ഫോർ A ആൻഡ് B. അതല്ലേ ശരി? രണ്ടുപേരും ഹെറ്ററോസൈഗസ് ആയിരിക്കണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ബോത്ത് മദർ ആൻഡ് ഫാദർ ആർ ഹോമോസൈഗസ്, തെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ടൈം ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ ഡയറക്ട്ലി ഫ്രം NCERT. അപ്പോൾ നിങ്ങൾ NCERT തറവായിട്ട് വായിച്ചു പഠിക്കുക. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും NCERT ബേസ്ഡ് ആണ്. NCERT അറിയാവുന്നവർക്ക് തന്നെ അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ. Hi dear students, good morning. Welcome to another session of question discussion. ഇന്ന് നടന്ന മോഡൽ പരീക്ഷയിലെ
കുറച്ച് സുവോളജി ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 150. മാച്ച് ദ ഫോളോയിങ് columns. Column 1, atavism, vestigial organs, analogous organs, homologous organs. എല്ലാം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. അതിൽ ആദ്യം ഞാൻ ആ വെസ്റ്റീജിയൽ ഓർഗൻസിനെ കുറിച്ചൊന്ന് പറയാം. വെസ്റ്റീജിയൽ, വാട്ട് ഈസ് വെസ്റ്റീജിയൽ ഓർഗൻസ്? പിന്നെ ഔട്ട്ഡേറ്റഡ് ഓർഗൻസ്, നോൺ ഫങ്ഷണൽ ഓർഗൻസ്, ഓർഗൻസ് വിച്ച് ആർ ഫങ്ഷണൽ ഇൻ അവർ റിമോട്ട് ആൻസിസ്റ്റേഴ്സ്. നമ്മുടെ ബോഡിയിൽ ഏതാണ്ട് ഒരു ഹൺഡ്രഡ്സ് ഓഫ് സച്ച് സ്ട്രക്ചേഴ്സുകൾ ഉണ്ടെന്നാണ് പറയുക. മെയിൻലി എ ലോട്ട് ഓഫ് മസിൽസ്, മസ്കുലാർ ആക്ടിവിറ്റി ഒക്കെ നോൺ ഫങ്ഷണലാണ് പലതും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ വേർമിഫോം അപ്പൻഡിക്സ് അല്ലേ, നമ്മുടെ കോക്സിക്സ്, ടെയിൽ ബോൺ അല്ലേ, സീക്കം, നമ്മുടെ നിക്ടറ്റേറ്റിക് മെംബ്രെയിൻ, പ്ലിക്ക സെമി ലുണാരിസ്, നമ്മുടെ ബോഡി ഹെയർ, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സുകൾ, ഇതുപോലെ hundreds of structures are vestigial, outdated. That these structures are functional only in our remote ancestors. പക്ഷെ നിങ്ങൾക്കറിയാം, in certain descendants these structures become functional. ആ പ്രോപ്പർട്ടിയുടെ പേരെന്താ? അറ്റാവിസം, റിവേർഷൻ. അറ്റാവിസത്തിൻ്റെ പേരെന്താ? റിവേർഷൻ. അപ്പോൾ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ഓർഗൻസുകളാണ്. ഇത് വീണ്ടും ഫങ്ഷണൽ ആകുന്നതിൻ്റെ പേരാണ് റിവേർഷൻ ഓർ അറ്റാവിസം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കേ, ഇതിനകത്ത് വെസ്റ്റീജിയൽ ഓർഗൻസ് എന്താണ്? നമുക്കറിയാം, ഇവിടെ കൊടുത്തിരിക്കുന്ന വെസ്റ്റീജിയൽ ഓർഗൻ പൈതണിൻ്റെ പെൽവിക് ഗേർഡിലാണ് അല്ലേ, ഗേർഡിൽസ്. അതിൻ്റെ ലോക്കോമോഷൻ പവർ, അതിൻ്റെ ലിംസുകളൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? പെൽവിക് ഗേർഡിലാണ്. ഇനി അറ്റാവിസം, അതൊരു ഹ്യൂമൻ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഇയർ ലോബ് മസിൽസുകൾ, നമ്മുടെ ഈ പിന്നയുടെ മസിൽസുകൾ ഒക്കെ നോൺ ഫങ്ഷണലാണ്. പക്ഷേ ചില പേഴ്സൺസുകൾക്ക് അത് വർക്ക് ചെയ്യുന്ന കാണാം, ചെറുതായിട്ട് മൂവ് ചെയ്യിക്കുന്ന കാണാം. ശരിയല്ലേ? അതാണ് ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് പവർ ഓഫ് മൂവിങ് പിന്ന ടു പേഴ്സൺ. അപ്പോൾ A4 ആണ്. A4 ആൻഡ് B വെസ്റ്റീജിയൽ ഓർഗൻ B3 ആണ്. ഇനി നമുക്കറിയാം അനലോഗസ് ഓർഗൻസ് ആൻഡ് ഹോമോലോഗസ് ഓർഗൻസ് അല്ലേ, അനലോഗി ആൻഡ് ഹോമോലോഗി അല്ലേ. അനലോഗി നമുക്കറിയാം, എന്താ അനലോഗിയുടെ പ്രത്യേകത? അവിടെ ആ ഓർഗൻസുകൾ തമ്മിൽ no same embryonic origin, no same structural pattern, but functionally they are similar. ചിലപ്പോൾ അപ്പിയറൻസ് വൈസ് അത് സിമിലർ ആയിരിക്കും. അങ്ങനെയുള്ള സ്ട്രക്ചറിൻ്റെ പേരാണ് അനലോഗസ് ഓർഗൻ. ഇതിനകത്തൊരു അനലോഗസ് ഓർഗൻ എടുത്ത് പറയാമോ? നിങ്ങൾക്കറിയാം, ഈ സ്റ്റിങ് ഓഫ് ബി ആൻഡ് സ്റ്റിങ് ഓഫ് സ്കോർപ്പിയോൺ രണ്ടും ഫങ്ഷണൽ റിസംബ്ലൻസ് ഉണ്ട്. രണ്ടും സ്റ്റങ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ടിൻ്റെയും എംബ്രിയോണിക് ഒറിജിനും സ്ട്രക്ചറൽ ഡീറ്റെയിൽസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ബട്ട് ദേ ആർ ഫങ്ഷണലി സിമിലർ. സോ ദാറ്റ് ഈസ് അനലോഗസ് ഓർഗൻ. ഇനി ഹോമോലോഗി, അത് നമ്മുടെ ഇൻസ്റ്റാറ്റ് എക്സാമ്പിൾ തന്നെയാണ് അല്ല. ഹോമോലോഗി അത് അതിൻ്റെ ഒറിജിൻ വൈസ് സിമിലർ ആണ്, പക്ഷേ ഡിഫറെൻ്റ് അപ്പിയറൻസ് ഫങ്ഷനൊക്കെ ആകാം. അതാണ് ഹോമോലോഗസ് ഓർഗൻ. ഏതാണ് നമ്മുടെ ടിപ്പിക്കൽ എക്സാമ്പിൾ? thorns and tendrils of bougainvillea and cucurbita. That is homologous organ. So third one, C2 and homologous organ 1. So option 1. Next, which of the following are the reasons for rheumatoid arthritis? Choose the correct option. Which of the following are the reasons for rheumatoid arthritis? നമുക്കറിയാം, എ സിവിയർ ആർത്രൈറ്റിസ്, ഒരു 10-100 തരം ആർത്രൈറ്റിസിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ
സീരിയസ് ആർത്രൈറ്റിസിൻ്റെ പേരാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. എന്താ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? അവർ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് അഗൻസ്റ്റ് അവർ ഓൺ ബോഡി ടിഷ്യൂ. അപ്പം നമ്മുടെ ബോഡി ടിഷ്യൂസിനെ തന്നെയാണ് ഇത് ആൻറ്റിജനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓട്ടോ ആൻറ്റിജൻ ആണ്. ഓട്ടോ ആൻറ്റിജൻ ആൻഡ് ഓട്ടോ ആൻറ്റിബോഡി അല്ലേ? ഒരു ഓട്ടോ ആൻറ്റിജൻ ആൻഡ് ഓട്ടോ ആൻറ്റിബോഡി റിയാക്ഷനാണ് നമ്മൾ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂണിറ്റി. അവർ ഇമ്മ്യൂൺ സിസ്റ്റം containing chemical weapon, antibody, act against our own tissue. അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഷിമോട്ടോ ഡിസീസ്. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു ആൻറ്റിബോഡി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ടിഷ്യൂസിനെ തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകും, ഹാഷിമോട്ടോ ഡിസീസ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ മയാസ്തീനിയ ഗ്രാവിസ് അല്ലേ? ന്യൂറോ ട്രാൻസ്മിഷൻ ഇൻഹിബിറ്റ് ചെയ്യും. നമ്മുടെ ആൻറ്റിബോഡി തന്നെ പോയി ന്യൂറോ ട്രാൻസ്മിഷന് വേണ്ടിയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റർ സൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ? ആൻ ഓട്ടോ ആൻറ്റിജൻ ആൻഡ് ആൻ ഓട്ടോ ആൻറ്റിബോഡി. അപ്പോൾ ഇവിടെ എന്താ കണ്ടീഷൻ എന്നാണ് നോക്കേണ്ടത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇതെവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ജോയിൻസിൽ. ഹിയർ ദാറ്റ് ആൻറ്റിബോഡി അറ്റാക്ക് അവർ സൈനോവിയൽ മെംബ്രൈൻ. നമ്മുടെ ജോയിൻസിലുള്ള ബോണിൻ്റെ ടിപ്പിലുള്ള സൈനോവിയൽ മെംബ്രെയിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഡിസോർഡർ, ഇൻഫെക്ഷൻ്റെ പേരാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഹിയർ ലിംഫോസൈറ്റ്സ് ബിക്കം മോർ ആക്റ്റീവ് എന്നാണോ? അല്ല. ബോഡി അറ്റാക്ക് സെൽഫ് സെൽസ്. കറക്റ്റ് അല്ലേ? അവിടെ സെൽഫ് നോൺ സെൽഫ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ബോഡി ടിഷ്യൂസിനെ നമ്മുടെ ഡിഫൻസീവ് സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ആ പോയിന്റ് കറക്റ്റാണ്. ലെസ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി. ആണോ? ആൻറ്റിബോഡി കുറവെന്നാണോ? അല്ല. ദ എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് പാത്തോജൻസ് ഓർ ഫോറിൻ മോളിക്യൂൾസ് ഫ്രം സെൽഫ് സെൽ ഈസ് ലോസ്റ്റ്. ശരിയല്ലേ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ സെല്ലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു. അതാണ് റീസൺ ഫോർ ഓട്ടോ ഇമ്മ്യൂണിറ്റി. So autoimmunity occur due to genetic problem and also there is unknown reason. So ഇതും ഒരു റീസൺ ആണ്. അപ്പോൾ ഇത് രണ്ടും ആപ്ലിക്കബിൾ ആണ്, ബി ആൻഡ് ഡി. സോ ബി ആൻഡ് ഡി ആപ്ലിക്കബിൾ. അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ക്ലിയർ? IgM എന്ന് പറയുന്ന IgM കാറ്റഗറി ആൻറ്റിബോഡിയാണ് കൺസിഡേർഡ് ആസ് റുമറ്റോയിഡ് ഫാക്ടർ എന്ന് വിളിക്കുക. റുമറ്റോയിഡ് ഫാക്ടർ. അപ്പോൾ എന്താ ഒരു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ച് മനസ്സിലായി. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ്. Given below are 4 statements. Read the statement and mark the option that has both correct statement. ഇവിടെ കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിലേതാ കറക്റ്റ് എന്ന് പറയാം. ഹെറോയിൻ commonly called smack is obtained by the acetylation of morphine. അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഹെറോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കലി ഡൈ അസറ്റൈൽ മോർഫിൻ ആണ്. അല്ലേ? ഹെറോയിൻ commonly called smack. ഇതൊരു സെമി സിന്തറ്റിക് ഡ്രഗാണ്. ഒബ്റ്റൈൻഡ് ഫ്രം എവിടുന്ന? നമ്മുടെ പോപ്പി പ്ലാന്റ് അല്ലേ? പോപ്പി പ്ലാന്റിൽ നിന്നും പാപ്പവർ സൊംനിഫറത്തിൽ നിന്നും ഒബ്റ്റൈൻ ചെയ്യുന്ന ഒരു സെമി സിന്തറ്റിക് ഡ്രഗിൻ്റെ പേരാണ് ഹെറോയിൻ. ഇറ്റ് ഈസ് കോൾഡ് സ്മാക്ക് ആൻഡ് ഇറ്റ് ഈസ് കെമിക്കലി കോൾഡ് ഡൈ അസറ്റൈൽ മോർഫിൻ. അല്ലേ? അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ. കറക്റ്റാണ്. Cocaine is obtained from the latex of Papaver somniferum. Cocaine, coca alkaloid obtained from
എറിത്രോസൈലം കൊക്ക. അല്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? അത് തെറ്റാണ്. പാപ്പവർ സൊംനിഫറത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? ഹെറോയിൻ, ഒബ്റ്റൈൻഡ് ഹെറോയിൻ. ദെൻ marijuana interferes with the transmission of dopamine. ആണോ? മരിജ്വാന എന്ന് പറയുന്നത് ഒരു സൈക്കോഡെലിക് ഡ്രഗാണ്. ഡോപ്പമൈനുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നതല്ല, അതൊരു സൈക്കോഡെലിക്. എന്താ സൈക്കോഡെലിക് ഡ്രഗുകളുടെ പ്രത്യേകത? കോസ് ഹാലൂസിനേഷൻസ്. അല്ലേ? അപ്പോൾ അതും തെറ്റാണ്. marijuana not interferes with the dopamine receptors. Then morphine is an effective sedative. മോർഫിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ പാപ്പവർ സൊംനിഫറത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ ഒപ്പിയേറ്റ്സ് ആണ്. നാച്ചുറൽ ഒപ്പിയേറ്റ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേരാണ് ഒപ്പിയേറ്റ്സ് എന്ന് വിളിക്കുക. സോ നാച്ചുറൽ ഒപ്പിയേറ്റ്സ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്. ഒന്ന് മോർഫിൻ, അടുത്തത് കൊഡീൻ. ഇത് രണ്ടുമാണ് ടു നാച്ചുറൽ ഒപ്പിയേറ്റ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് പാപ്പവർ സൊംനിഫറം പോപ്പി പ്ലാന്റ്. ഹെറോയിൻ ഒരു സെമി സിന്തറ്റിക് പ്രോഡക്റ്റാണ്. വേറെ പക്കാ സിന്തറ്റിക് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് ഈ ഇത് വെച്ച് വരുന്നത്. അതായത് പെത്രിഡിൻ എന്നൊക്കെ പറയുന്നത്, ലോക്കൽ അനസ്തീഷ്യ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ മോർഫിനും കൊഡീനും മെഡിസിനൽ പർപ്പസാണ് ഉള്ളത്. രണ്ടും പെയിൻ കില്ലേഴ്സുകളായിട്ട് ഉപയോഗിക്കാം. അതിൽ മോർഫിൻ സെഡേറ്റീവ് ഇഫക്റ്റുമുള്ളതാണ്, അത് കറക്റ്റാണ്. സോ മോർഫിൻ ഇസ് എൻ ഇഫക്റ്റീവ് സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലർ. എന്നാൽ ഈ കൊഡീൻ അതും ഒരു നാച്ചുറൽ ഒപ്പിയേറ്റ് ആണ്. അത് പക്ഷേ നമ്മുടെ ഈ കഫ് സിറപ്പിൻ്റെയൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓഫ് സർട്ടൺ കഫ് സിറപ്പ്. നിങ്ങൾ കഫ് സിറപ്പ് നോക്കിയാൽ അതിൻ്റെ കൊഡീൻ ഫോസ്ഫേറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. സോ അപ്പോൾ കൊഡീൻ, മോർഫിൻ അത് രണ്ടും എന്താണ്? നാച്ചുറൽ ഒപ്പിയേറ്റ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് പാപ്പവർ സൊംനിഫറം പോപ്പി പ്ലാന്റ്. അതിൻ്റെ സെമി സിന്തറ്റിക് പ്രോഡക്റ്റാണ് ഹെറോയിൻ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ ദിസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദിസ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ റൈറ്റ്. സോ ആൻസർ 2. Next. Question number 154. Column 1 lists the components of body defense and column 2 lists the corresponding description. Match 2 columns. Choose the correct option from the given. So regarding immunity, active immunity, passive immunity, natural immunity, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി, അല്ലേ? ഇതൊക്കെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം എന്ത് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് പറയുക? നാച്ചുറൽ ഓർ ആക്റ്റീവ്, പാസീവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി നമ്മളെന്താ വിളിക്കുക? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, അല്ലെ? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി, അല്ലേ? സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി അണ്ടർ 2 കാറ്റഗറി, ആക്റ്റീവ് ആൻഡ് പാസീവ്, അല്ലേ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പാത്തജനുമായിട്ട് ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ ഉണ്ടായിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ശരിയല്ലേ? ആ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി 2 തരത്തിലാകാം, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഫെക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നതാണ്, അല്ലേ? നാച്ചുറൽ ഇൻഫെക്ഷനിലൂടെ ഒരു അസുഖം ഉണ്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് എന്താ? നാച്ചുറൽ ആക്റ്റീവ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് എങ്ങനെയാണ്? നമ്മൾ വാക്സിനേഷനിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ശരിയല്ലേ? അത് രണ്ടും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. രണ്ടിടത്തും നമ്മുടെ ബോഡിയിലേക്ക് ആ പാത്തോജൻ്റെ ആൻറ്റിജനിക് പ്രോഡക്റ്റോ വന്നതിന് ശേഷം നമ്മുടെ ബോഡി ഉണ്ടാക്കിയ ഇമ്മ്യൂണിറ്റിയാണ്. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? നമ്മുടെ ബോഡിയിലേക്ക് റെഡിമെയ്ഡ്
ആൻറ്റിബോഡീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. റെഡിമെയ്ഡ് ആൻറ്റിബോഡീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ശരിയല്ലേ? അത് നമുക്കറിയാം രണ്ട് തരത്തിലുണ്ട്. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻറ്റിബോഡീസുകളുണ്ട്. അത് മെയിൻലി ഒരു മെറ്റേണൽ ബോഡിയിൽ നിന്നും ഫീറ്റസിലേക്ക് വയ പ്ലാസൻറ്റ, അല്ലെങ്കിൽ ഒരു മെറ്റേണൽ ബോഡിയിൽ നിന്നും ഇൻഫൻറ്റിലേക്ക് വയ കൊളസ്ട്രം, അങ്ങനെ കിട്ടുന്നതിൻ്റെ പേരാണെന്താ? പാസീവ് ഇമ്മ്യൂണിറ്റി. അവിടെ റെഡിമെയ്ഡ് ആൻറ്റിബോഡീസുകളാണ് ആ കൺസേൺഡ് പേഴ്സണിന് കിട്ടുക. ശരിയല്ലേ? ഓക്കെ. എന്നാൽ അവിടെ തന്നെ ആർട്ടിഫിഷ്യൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ പാസീവ് ഉണ്ട്. അതെങ്ങനെയാ? നമ്മൾ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ആൻറ്റിബോഡീസുകൾ, സിന്തറ്റിക് ആൻറ്റിബോഡീസുകൾ. ശരിയല്ലേ? നമ്മളെ ATS എന്താ? ആൻറ്റി ടെറ്റനസ് സെറം അല്ലേ? അതെന്താണൊരു പാസീവാണ്, ആർട്ടിഫിഷ്യൽ. ആൻഡ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിവനം ഇഞ്ചക്ഷൻ, ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ, ഓൾ ദീസ് ആർ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ചോദ്യം ആക്റ്റീവ് ആൻഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, അപ്പോൾ പാത്തോജൻ നമ്മുടെ ബോഡിക്കകത്ത് കയറി. ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറലി ഒക്കറിങ് ഡിസീസ്, നോട്ട് ത്രൂ വാക്സിനേഷൻ. അപ്പോൾ ഏത് പറയാം? എ. ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ പാത്തോജൻ ദാറ്റ് ഹാവ് എൻറ്റേർഡ് ഇൻസൈഡ്. അപ്പോൾ എ എന്ന് പറയുന്നത് ആർ. അപ്പോൾ AR. ഓക്കെ, AR രണ്ടിടത്തുണ്ട്. ദെൻ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. What is, we have two types of defense, first line and second line. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താ? മെയിൻലി നമ്മുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സുകളാണ് അല്ലേ? എന്താ ഫിസിക്കൽ ബാരിയേഴ്സുകൾ? നമുക്കറിയാം നമ്മുടെ സ്കിൻ, എൻറ്റയർ സ്കിൻ ആൻഡ് ഓൾസോ മ്യൂക്കസ് മെംബ്രൈൻസ് അല്ലേ? അതൊക്കെയാണ് മെയിൻലി ഫിസിക്കൽ. ദെൻ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, നമ്മുടെ പല പല സെക്രീഷൻസുകൾ, മ്യൂക്കസ് സെക്രീഷൻസുകൾ, സലൈവ, സ്വെറ്റ്, അതിനകത്തൊക്കെ ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ ഏജൻസുകളുണ്ട്. അതൊക്കെയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് അല്ലേ? സെല്ലുലാർ ബാരിയേഴ്സുകളുണ്ട് അല്ലേ? നമ്മുടെ പാത്തോജൻസുകളെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കുറേ ഫാഗോസൈറ്റ്സുകളും സെൽസുകളും ഒക്കെ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ സൈറ്റോകൈൻ ബാരിയേഴ്സുകളുണ്ട് അല്ലേ? സ്പെഷ്യൽ കെമിക്കൽസുകൾ റിലീസ് ചെയ്യും, സ്പെഷ്യൽ പ്രോട്ടീൻസുകൾ റിലീസ് ചെയ്യും, ഇൻ്റർഫെറോൺസുകൾ അല്ലെ, ഇൻ്റർലൂക്കിൻസുകൾ, ല്യൂക്കോട്രെയിൻസുകൾ, അങ്ങനെയുള്ള കുറേ കെമിക്കൽസുകൾ റിലീസ് ചെയ്യുന്നു. അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ആ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഫെയിലുവർ ആയാൽ, ഇപ്പം നമ്മുടെ സ്കിൻ ബ്രേക്കേജ് ഉണ്ടായി, പാത്തോജൻ അകത്ത് കയറി, അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഫെയിൽസ്. അപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ലൈൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെ, സ്പെഷ്യലൈസ്ഡ് ബി സെൽസ്, സ്പെഷ്യലൈസ്ഡ് ടി സെൽസ്, ടി കില്ലർ സെൽ, ടി ഹെൽപ്പർ സെൽസ് അല്ലേ, അവിടെയൊക്കെ ആക്ടിവിറ്റി വരുന്നു. അതാണ് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയാം, കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസുകൾ പറയാം. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഫിസിക്കൽ ബാരിയേഴ്സുകളുണ്ട്. അപ്പോൾ BS, അവിടെ രണ്ടിടത്തും BS ആണ്. ദെൻ C, എ പാസീവ് ആൻഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. പാസീവ്, നോട്ട് ആക്റ്റീവ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എൻകൗണ്ടർ ഓഫ് എ പാത്തോജനോ പാത്തോജനിക് ആൻറ്റിജനോ ഇല്ല. ഇൻസ്റ്റഡ് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ്, സോ ഇറ്റ് ഈസ് പാസീവ്. ബട്ട് ഇറ്റ് ഈസ് നാച്ചുറൽ, നാച്ചുറലി എൻറ്ററിങ് ആൻറ്റിബോഡി. അപ്പോൾ നമുക്ക് എന്തായാലും മെറ്റേണൽ ബോഡിയിൽ നിന്ന് വരാനേ ഉള്ളൂ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷൻ എടുക്കാം? C, ആൻറ്റിബോഡീസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദ പ്ലാസൻറ്റ ഫ്രം മദർ ടു ഫീറ്റേഴ്സ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ CT ഓപ്ഷൻ എടുക്കാം. CT ഓപ്ഷൻ. ക്ലിയർ? ആൻഡ് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ്, സെക്കൻഡ് ലൈൻ അല്ലേ, നമ്മുടെ ബോഡിക്കകത്തുള്ള സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എടുക്കാം. അവിടെ നമുക്ക് എന്ത് പറയാം? നമുക്കറിയാം a lot of complement proteins and interferons അല്ലേ, കുറേ സ്പെഷ്യൽ കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. അതുപയോഗിച്ചുള്ള ഡിഫൻസ് എപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഫെയില്യൂർ ആയാൽ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് DQ. So option 3. So next one.
മോണോസൈഗോട്ടിക് ട്വിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ, അല്ലേ? നമുക്ക് ട്വിൻസുകളെ കുറിച്ച് അറിയാം. ട്വിൻസ്, അല്ലേ? ഒരു പ്രഗ്നൻസിയിൽ തന്നെ ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകുകയാണ്, അല്ലേ? ട്വിൻസ്. അത് മെയിൻലി 2 കാറ്റഗറിയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒന്നെന്താ? മോണോസൈഗോട്ടിക് ട്വിൻസ്. ആ ട്വിൻസുകളെയാണ് നമ്മൾ ഐഡൻറ്റിക്കൽ ട്വിൻസുകൾ എന്ന് വിളിക്കുക, അല്ലേ? ഐഡൻറ്റിക്കൽ ട്വിൻസ്, മോണോസൈഗോട്ടിക് ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്. അതായത് സൈഗട്ട് അതിൻ്റെ ഏർലി പീരീഡിൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്തു പോകുന്ന അവസ്ഥ ഉണ്ടാകാം. ചിലപ്പോൾ 1 ഡിവിഷൻ കഴിഞ്ഞോ 2 ഡിവിഷൻ കഴിഞ്ഞോ ഒക്കെ അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് ഫ്രാഗ്മെൻറ്റുകളായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ബ്ലാസ്റ്റോമിയോസുകൾ സെപ്പറേറ്റ് ചെയ്തു പോകുന്ന അവസ്ഥ ഉണ്ടാകാം. അത് ഏതാണ്ട് ഫസ്റ്റ് 8 ഡേയ്സിനുള്ളിൽ തന്നെ ആയിരിക്കും മെയിൻലി ഇത് സംഭവിക്കുക. അതിനുള്ളിലാണെങ്കിൽ അത് 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസുകളായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ പേരാണ് മോണോസൈഗോട്ടിക് ഓർ ഐഡൻറ്റിക്കൽ ട്വിൻസ്. അപ്പോൾ അവിടെ എന്തേ ഉള്ളൂ? ഒരു സിംഗിൾ ഓവും ഒരു സിംഗിൾ ഫെർട്ടിലൈസേഷനും ഒരു സിംഗിൾ സൈഗട്ടുവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ സൈഗട്ടിൻ്റെ ഡിവിഷൻ ഇനിഷ്യേഷൻ നടന്നപ്പോൾ ഏതോ സ്റ്റേജിൽ വെച്ച്, വെരി ഇനിഷ്യൽ പീരീഡ്, ഏതോ സ്റ്റേജിൽ വെച്ച് അത് സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വന്നിരുന്ന ട്വിൻസുകളുടെ പേരാണ് മോണോസൈഗോട്ടിക് ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്. അവിടെ എല്ലാ ആസ്പെക്ട്സുകളും സെയിം ആയിരിക്കും, ദ ആർ ജനറ്റിക്കലി സിമിലർ. ശരിയല്ലേ? എന്നാൽ ഡൈസൈഗോട്ടിക് ട്വിൻസ്, അതിനെ നമ്മൾ ഫ്രട്ടേണൽ ട്വിൻസുകൾ എന്ന് വിളിക്കാം. ഫ്രട്ടേണൽ ട്വിൻസ്, അല്ലേ? ദേ ആർ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഇവിടെ വരുന്ന ട്വിൻസുകൾ 2 മെയിലാകാം, അല്ലെങ്കിൽ 2 ഫീമെയിലാകാം, അല്ലെങ്കിൽ 1 മെയിലും 1 ഫീമെയിലും ഒക്കെ ആകാം. പക്ഷേ 2 പേരും 2 സൈഗട്ടിൽ നിന്ന് വന്നതാണ്. 2 ഓവം ഒരുമിച്ച് റിലീസ് ചെയ്തു, അല്ലേ? അല്ലെങ്കിൽ 2 ഓവറിൽ നിന്നും ഓരോ ഓവം വന്നു. ആ 2 ഓവവും ഫെർട്ടിലൈസ് ചെയ്തു. 2 ഓവവും ഫെർട്ടിലൈസ് ചെയ്ത് 2 സൈഗട്ടായി. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഡൈസൈഗട്ടിക് ഓർ ഫ്രട്ടേണൽ ട്വിൻസ്. ദേ ആർ നോൺ ഐഡൻറ്റിക്കൽ. ചിലപ്പോൾ 2 മെയിലാകാം, 2 ഫീമെയിലും ആകാം, ചിലപ്പോൾ 1 മെയിലും 1 ഫീമെയിലും ആകാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ അവർ ജനറ്റിക് മേക്കപ്പ് സാധാരണ പോലെ ആയിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ശരിയല്ലേ? ഇനി ഈ മോണോസൈഗോട്ടിക് തന്നെ ചിലപ്പം കൺജോയിൻഡ് ട്വിൻസ് ആകാം. കൺജോയിൻഡ് ട്വിൻസ്, അല്ലേ? അതിനെ നമ്മൾ സയാമീസ് ട്വിൻസുകൾ എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ആ സെപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് ഇപ്പോൾ ഒരു 8 ഡേയ്സിന്, ഒരു വീക്കിന് അപ്പുറത്തേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും സെപ്പറേറ്റ് ചെയ്യില്ല, കുറച്ച് ഭാഗമൊക്കെ സെപ്പറേറ്റ് ചെയ്യത്തോളം എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ പല ഓർഗൻസുകളും കോമൺ ആയിരിക്കും, അല്ലേ? 2 പേര് പോലും. കാരണം സയാമീസ് ട്വിൻസ്, കൺജോയിൻഡ് ട്വിൻസ്. അതും മോണോസൈഗട്ടിക് തന്നെയാണ്, ഒരു സൈഗട്ടിൽ നിന്നും. പക്ഷേ ഏതോ സ്റ്റേജിൽ വെച്ച് പാർഷ്യൽ സെപ്പറേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയോസുകൾ ഉണ്ടായി. അതാണ് കൺജോയിൻഡ് ട്വിൻസ് ഓർ സയാമീസ് ട്വിൻസ്. ഇനി മൾട്ടിപ്പിൾ ബർത്ത്, മൾട്ടിപ്പിൾ ട്രിപ്പിൾസുകളോ അങ്ങനെയൊക്കെ വരാമല്ലോ. മൾട്ടിപ്പിൾ ബർത്ത് ഇത് 2 ആകാം. ചിലപ്പോൾ അതിനകത്തുള്ള കുറച്ച് മോണോസൈഗോട്ടിക്കും ഉണ്ടാകാം. കുറേ നമ്പർ ഉണ്ടെങ്കിൽ അത് മോണോസൈഗട്ടിക്കും ആകാം. ചിലതൊക്കെ ഡൈസൈഗട്ടിക്കും ആയിരിക്കും. ചിലപ്പോൾ ഇത് 2 ആകാം, ബോത്ത്. ഇപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് 6, 7, 8 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് മോണോസൈഗട്ടിക്കും ഉണ്ടാകും, ഡൈസൈഗട്ടിക്കും ഉണ്ടാകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ ബർത്ത്. എനിവേ, ഹിയർ ദ ക്വസ്റ്റ്യൻ: മോണോസൈഗോട്ടിക് ട്വിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ 2 ഓവ ആർ ഫെർട്ടിലൈസ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ എന്തുണ്ടാകും? ഡൈസൈഗട്ടിക് ട്വിൻസേ ഉണ്ടാകത്തുള്ളൂ. ശരിയല്ലേ? ദെൻ ഇൻകംപ്ലീറ്റ് ക്ലീവേജ് സൈഗോട്ട് അല്ല. ഫസ്റ്റ് ക്ലീവേജ് സൈഗട്ട് ഫോളോഡ് ബൈ സെപ്പറേഷൻ ഇൻറ്റു 2. വേണ്ടോ? ഫസ്റ്റ് ക്ലീവേജ് കഴിഞ്ഞു, 2 ബ്ലാസ്റ്റോമിയോസ് ഉണ്ടായി. അതവിടെ വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ എന്താകാം? 2 സെപ്പറേറ്റ് എൻറ്റിറ്റി ആകാം, അല്ലേ? 2 സെപ്പറേറ്റ്
സെൽ മാസുകൾ ഇതിൽ നിന്നുണ്ടാകും അല്ലേ, 2 സെൽ മാസ് ഉണ്ടാകും, 2 എംബ്രിയോ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ആൻസർ, തേർഡ് വൺ. ക്ലിയർ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് false? Insulin stimulates cellular glucose uptake and utilization and glycogenesis. നിങ്ങൾക്കറിയാം പാൻക്രിയാസിൻ്റെ ഒരു പ്രൈം റോളാണ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് അല്ലേ, മെയിൻ്റനൻസ് ഓഫ് ഓപ്റ്റിമം ഗ്ലൂക്കോസ് ലെവൽ ആസ് പെർ ദ നീഡ് ഓഫ് അവർ ബോഡി. സോ ഇൻസുലിൻ സ്റ്റിമുലേറ്റ്, ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇൻസുലിൻ ആരാണ്, ഒരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ നമ്മുടെ റൈസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നയാളാണ്. അതിനുവേണ്ടി 1-2 ആക്ഷൻസ് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അതിലൊരെണ്ണം, ഇറ്റ് സ്റ്റിമുലേറ്റ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് അല്ലേ, increase the permeability of glucose into target cells, thereby to decrease blood glucose level. കറക്റ്റാണ്. അവിടെ നമ്മൾ 2 ആൻറ്റഗോണിസം പഠിക്കുക, ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ആൻറ്റഗോണിസം. ഇത് പെർമിയബിലിറ്റി കൂട്ടുകയാണെങ്കിൽ സോ ഇൻസുലിൻ ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് ഗ്ലൂക്കോസ്, അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും, ഡിക്രീസ് ദ പെർമിയബിലിറ്റി. ടാർജറ്റ് സെൽസുകളുടെ ഗ്ലൂക്കോസ് പെർമിയബിലിറ്റി കുറയ്ക്കും, മെയിൻറ്റെയിൻ ഒപ്റ്റിമം ലെവൽ ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ്, ബ്ലഡിൽ. ഓക്കെ, ദെൻ അപ്പോൾ ഇൻസുലിൻ സ്റ്റിമുലേറ്റ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് ഗ്ലൈക്കോജനസിസ് അല്ലേ, സർപ്ലസ് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ, അതും കറക്റ്റാണ് അല്ലേ. ഗ്ലൈക്കോജനസ് പ്രൊമോട്ട് ചെയ്യുന്നു, അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഇൻസുലിൻ ഒരു ആനബോളിക് ഹോർമോണാണ്. ഗ്ലൈക്കോജനസിസ്, സർപ്ലസ് അമിനോ ആസിഡ്സ് ആർ കൺവേർട്ടഡ് ഇൻടു പ്രോട്ടീൻ, പ്രോട്ടിയോജനസിസ്, ലിപ്പോജനസിസ് ഇസ് ആൻ ആനബോളിക് ഹോർമോൺ, കറക്റ്റാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസ് ദ അമിനോ ആസിഡ് ആൻഡ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ, അതും കറക്റ്റാണ്. ദെൻ ഇൻസുലിൻ ഡെഫിഷ്യൻസി റിസൾട്ട്സ് ഇൻ ഡിസീസ് കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയബറ്റിസ് മെലിറ്റസിന് 2 റീസൺ പറയുന്നുണ്ട്. ഒന്ന് ഇൻസുലിൻ ഡെഫിഷ്യൻസി, 2 ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ്, നമ്മുടെ ബീറ്റാ സെൽ ഡാമേജ് ആണ്, വിച്ച് ലീഡ്സ് ടു ഇൻസുലിൻ ഡെഫിഷ്യൻസി. അതിൻ്റെ പേരാണ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ്, ടൈപ്പ് 1 ഡയബറ്റിസ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ടൈപ്പ് 1 ഡയബറ്റിസ്. ബട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്, ബട്ട് ദാറ്റ് ഇൻസുലിൻ ഈസ് നോട്ട് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ബൈ സെൽസ്. അപ്പോൾ ഇൻസുലിൻ റിസപ്റ്റർ ആക്ഷനിലൊക്കെയുള്ള എന്തോ ഫെയില്യൂറാണ്, അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. അതിൻ്റെ പേരാണ് ഇൻസുലിൻ ഇൻഡിപെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ്, ദാറ്റ് ഈസ് ടൈപ്പ് 2. കേട്ടോ, ഇത് ഫെയില്യൂർ ഓഫ് ഇൻസുലിൻ യൂട്ടിലൈസേഷനാണ്, ഇത് എക്സ്ട്രീം ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിനാണ്. ഇത് എക്സ്ട്രീം ഡെഫിഷ്യൻസി ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ്, ഇത് ഫെയില്യൂർ ഓഫ് ഇൻസുലിൻ യൂട്ടിലൈസേഷൻ ബൈ ടാർജറ്റ് സെൽസ്, അതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻസി റിസൾട്ട്സ് ഇൻ ഡിസീസ് കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്, അതും കറക്റ്റാണ്, ശരിയല്ലേ. ദെൻ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ സിംറ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഗ്ലൈക്കോസ്യൂറിയ, പോളിയൂറിയ, പോളിഫാജിയ, പോളിഡിപ്സിയ, കീറ്റോനീമിയ, കീറ്റോ അസിഡോസിസ്, likewise ketonuria. All these are the symptoms of diabetes mellitus. Then glucagon inhibit glycogenolysis and gluconeogenesis. നമുക്കറിയാം ഗ്ലൂക്കഗോൺ ഒരു ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോണാണ്. ഹൈപ്പർഗ്ലൈസീമിക് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് ടൈംസ് വി നീഡ് ഇറ്റ് ടു റൈസ് അവർ ബ്ലഡ് ഷുഗർ അല്ലേ. നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലുമുള്ള സ്റ്റോർ ഹൗസുകളിൽ നിന്നും ഗ്ലൂക്കോസ് കൂട്ടിത്തരണം.
സ്റ്റോർ ഹൗസ് മെയിൻലി ലിവർ ഗ്ലൈക്കോജൻ, മസിൽ ഗ്ലൈക്കോജൻ ഒക്കെയാണ് അല്ലേ. സോ ഗ്ലൂക്കഗോൺ ഇൻഹിബിറ്റ് ഗ്ലൈക്കോജനോളൈസിസ്. ഇൻഹിബിറ്റ് ആണോ? ഗ്ലൈക്കോജനോളൈസിസ് പ്രൊമോട്ട് ചെയ്യണം, സ്റ്റിമുലേറ്റ് ചെയ്യണം. സോ ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോളൈസിസ് ആൻഡ് ഓൾസോ ഗ്ലൂക്കോണിയോജനസിസ്. Glycogenolysis means generation of glucose from glycogen. Gluconeogenesis means generation of glucose from other than carbohydrate source, proteins, lipids, etc. Other sources കൂടി gluconeogenesis, generation of glucose from other sources other than carbohydrate sources. അപ്പോൾ ഇത് രണ്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഇത് തെറ്റാണ്. സോ ഫോൾസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് false one. Then thymosin increases the population of antibodies to provide humoral immunity. നമുക്കറിയാം ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ബി സെൽസിന് ഹെൽപ്പ് ചെയ്യുന്ന റോൾ ഉണ്ട് നമ്മുടെ തൈമസ് ഗ്ലാൻഡിന് അല്ലേ. തൈമസ് ഒരു എൻഡോക്രൈൻ ആസ് വെൽ ആസ് ഇമ്മ്യൂൺ ഗ്ലാൻഡ് ആണ്. ഇറ്റ് ഹെൽപ്സ് ബി സെൽസ് ടു ഫോം ദെയർ ആൻറ്റിബോഡീസ്. സോ അത് കറക്റ്റാണ്. അപ്പോൾ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? തേർഡ് വൺ. ക്ലിയർ? ഓക്കെ. പ്ലാസ്മ കോൺസ്റ്റിറ്റ്യൂട്ട് 45% ഓഫ് ഹ്യൂമൻ ബ്ലഡ് ആണോ? പ്ലാസ്മ 45% ആണോ? ബ്ലഡിൽ പ്ലാസ്മ എത്രയാണ്? പ്ലാസ്മ 55% അല്ലേ? അല്ലേ? ബ്ലഡിനകത്ത് കിടക്കുന്ന ഫ്ലൂയിഡ് പാർട്ട്. സെല്ലുലാർ പാർട്ട് ആരാ? ബ്ലഡ് കോർപ്പസൽസ്, ബ്ലഡ് സെൽസുകളാണ് എത്ര പെർസെൻറ്റേജ്? 45%. ദാറ്റ് സെല്ലുലാർ പെർസെൻറ്റേജിനെ നമ്മൾ പാക്ഡ് സെൽ വോളിയം ഓർ ഹിമാറ്റോക്രിറ്റ് വാല്യൂ എന്ന് വിളിക്കുക. ഹിമാറ്റോക്രിറ്റ് ഓഫ് ബ്ലഡ് എന്ന് ചോദിച്ചാൽ സെൽ വോളിയമാണ്. ദാറ്റ് ഈസ് 45%. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ആൽബുമിൻ ഇസ് എ പ്ലാസ്മ പ്രോട്ടീൻ which helps in osmotic balance. Albumin. The main plasma proteins are albumins, globulins, fibrinogen, prothrombin, properdin, etc. Of which albumin? Albumin the function endana? Albumin responsible for blood colloidal osmotic pressure. That is the principal role of albumin. Responsible for blood colloidal osmotic pressure. ഓസ്മോട്ടിക് പ്രഷർ റെഗുലേറ്റർ, ഓസ്മോട്ടിക് ബാലൻസ്. കറക്റ്റാണ്, അത് കറക്റ്റാണ്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ് ആർ പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് കൊയാഗുലേഷൻ അല്ലേ. രണ്ട് പ്രൈമറി ഫാക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 പ്രൈമറി ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. ആരൊക്കെയാ? ഫൈബ്രിനോജൻ ആൻഡ് prothrombin. Both are inactive factors produced by liver, inactive form, activated during coagulation process. Fibrinogen ആണ് factor 1 and prothrombin factor 2. 2 primary factor involved in blood coagulation. Factor 1 13 മെയിൻ ഫാക്ടർ ഉണ്ടെന്നാണ് പറയാം. എങ്കിലും നമ്മൾ കൂടുതൽ ഫാക്ടർ 1 ഫൈബ്രിനോജനും ഫാക്ടർ 2 പ്രോത്രോംബിനുമാണ്. ഓക്കെ. So factors responsible for blood clotting process are present in blood. അതും കറക്റ്റാണ്. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഇസ് കോൾഡ് സെറം. നമുക്കറിയാം ഡ്യൂറിങ് coagulation process these fibrinogen and prothrombins are converted into certain active forms and causes trapping of that blood cells to form a clot or coagulum. After that certain substance ooze out, plasma component ooze out. That plasma component ooze out is called serum. That contain there is plasma without clotting factor. അതും കറക്റ്റാണ്. Minerals are not generally found. Minerals and important components of blood. So many minerals. They are very important cofactors for so many metabolic activities. Sodium, potassium, calcium, magnesium, iron, zinc, manganese, copper, etc. So that is the wrong statement. So 1 and 5 wrong. 1 and 5 wrong. And remaining 2, 3 and 4 are correct. Clear? Okay. Next.
ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ്. നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന പാർട്ടാണ് അല്ലേ. നമ്മുടെ ലിവറും പാൻക്രിയാസും ഒക്കെ ഡിയോഡിനത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന പാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കുറേ ഡക്ട് സിസ്റ്റം പഠിക്കാനുണ്ട് അല്ലേ. ഇവിടെ എന്തായിരിക്കുന്നത്, നമ്മുടെ ലിവറല്ലേ. ഈ ലിവറിൽ നിന്നും വരുന്ന 2 ഡക്റ്റല്ലേ ഇത്. ലിവറിൽ നിന്നും വരുന്ന ഡക്റ്റിൻ്റെ പേരെന്താ? ലിവറിൻ്റെ 2 മെയിൻ ലോബിൽ നിന്നുള്ള 2 ഡക്റ്റാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് വിളിക്കാം. ശരിയല്ലേ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്റ്റ്. അത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന ഡക്റ്റിനെ നമുക്ക് കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് വിളിക്കാം. ശരിയല്ലേ? കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ്. ആ കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ് ബൈൽ സ്റ്റോർ ചെയ്യുന്ന ഗാൾ ബ്ലാഡറിൽ നിന്നുള്ള ഡക്റ്റ്, ഈ ഡക്റ്റിൻ്റെ പേരെന്താ വിളിക്കാം? സിസ്റ്റിക് ഡക്റ്റ് എന്ന് വിളിക്കാം. ശരിയല്ലേ? സിസ്റ്റിക് ഡക്റ്റ്. ഗാൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ഡക്റ്റ് സിസ്റ്റിക് ഡക്റ്റ്, ലിവറിൽ നിന്ന് വരുന്ന കോമൺ ഡക്റ്റ് കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ്. രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമൺ ഡക്റ്റിൻ്റെ പേരെന്താ? കോമൺ ബൈൽ ഡക്റ്റ്. കോമൺ ബൈൽ ഡക്റ്റ് എന്നാണ്. ശരിയല്ലേ? ഇനി കോമൺ ബൈൽ ഡക്റ്റ് വന്ന് പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഡക്റ്റിലേക്ക് കയറാം. ഈ പാൻക്രിയാറ്റിക് ഡക്റ്റ്, ഇതാണ് മേജർ പാൻക്രിയാറ്റിക് ഡക്റ്റ്. വേണമെങ്കിൽ ഡക്റ്റ് ഓഫ് വിർസങ് എന്ന് വിളിക്കാം. വിർസങ്, ദാറ്റ് ഈസ് മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റ്. മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇവിടെ ചില അസസറി ഡക്റ്റുകളും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടുന്ന് ഒരു ഡക്റ്റ് നേരെ വന്നങ്ങ് ഡിയോഡിനത്തിലേക്ക് കയറും. ആൻ അസസറി പാൻക്രിയാറ്റിക് ഡക്റ്റ്. പാൻക്രിയാറ്റിക് ജ്യൂസ് മാത്രം ഡയറക്റ്റ് ഡിയോഡിനത്തിലേക്ക് കയറും. അതിൻ്റെ പേരാണ് ഡക്റ്റ് ഓഫ് സാൻഡോറിനി. ഡക്റ്റ് ഓഫ് സാൻഡോറിനി. അതൊരു അസസറി പാൻക്രിയാറ്റിക് ഡക്റ്റാണ്. ഇവിടുന്ന് പാൻക്രിയാറ്റിക് ഡക്റ്റിൽ നിന്ന് നേരിട്ട് വന്ന് ഡിയോഡിനത്തിലേക്ക് കയറുക. മറ്റങ്ങനെയല്ല, പാൻക്രിയാറ്റിക് ഡക്റ്റ് വന്ന് ഈ കോമൺ ബൈൽ ഡക്റ്റുമായിട്ട് ചേരുന്നു. അപ്പോൾ ഇവിടെ ഒരു കോമൺ ഡക്റ്റ് ഉണ്ടായി. ആ ഡക്റ്റിൻ്റെ പേരാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് അല്ലേ. അപ്പോൾ അതിനകത്ത് ആര് വന്നതാ? ഈ ബയൽ ഡക്റ്റ്, കോമൺ ബയൽ ഡക്റ്റും കണക്ട് ചെയ്തു, ഈ പറയുന്ന മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റും കണക്ട് ചെയ്തു. മറ്റങ്ങനെയല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഡക്റ്റ് അങ്ങ് പോയതാ ഡിയോഡിനത്തിലേക്ക്. ദെൻ ഇത് രണ്ടും കൂടെ വന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ഡിയോഡിനത്തിലേക്ക്. അവിടെ ഒരു സൊളൻ പോർഷൻ ബേസിൽ കാണാം അല്ലേ ആ ഡക്റ്റിൻ്റെ. നിങ്ങൾ കേട്ടോ ആംപ്യുല, ആൻ ആംപ്യുല, ആംപ്യുല ഓഫ് വെയ്റ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്റ്റ്, അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ്. ഇത് ഗാൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന സിസ്റ്റിക് ഡക്റ്റ്. രണ്ടും കൂടെ ചേരുമ്പോൾ കോമൺ ബൈൽ ഡക്റ്റ്. ആ കോമൺ ബൈൽ ഡക്റ്റ് പാൻക്രിയാറ്റിക് ഡക്റ്റുമായിട്ട് ചേരുമ്പോൾ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ക്ലിയർ? പാൻക്രിയാറ്റിക് ഡക്റ്റിന് വേണമെങ്കിൽ ഡക്റ്റ് ഓഫ് വിർസങ് എന്നും അസസറി പാൻക്രിയാറ്റിക് ഡക്റ്റിന് ഡക്റ്റ് ഓഫ് സാൻഡോറിനി എന്നും പറയാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ വൺ എന്താണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്റ്റ്. കണ്ടോ? ഡക്റ്റ് ഫ്രം ലിവർ, കറക്റ്റാണ്. ഡക്റ്റ് ഫ്രം ലിവർ, കറക്റ്റാണ്. ദെൻ അടുത്ത 2 എന്താണ്? അതാണ് ഡക്റ്റ് ഓഫ് വിർസങ്, മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഡക്റ്റ് രണ്ടും പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇതും പാൻക്രിയാറ്റിക്, രണ്ടും പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഓക്കെ, അതും കറക്റ്റാണ്. ദെൻ അടുത്ത 3 സിസ്റ്റിക് ഡക്റ്റ്. സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ബൈൽ ഡക്റ്റ് ആണോ? അല്ല, സിസ്റ്റിക് ഡക്റ്റ് ഈ ഡക്റ്റാണ്. ഇതാണ് കോമൺ ബൈൽ ഡക്റ്റ്. അപ്പോൾ അതല്ല. ഡക്റ്റ് ഫ്രം ഗാൾ ബ്ലാഡർ. ശരിയല്ലേ? ഡക്റ്റ് ഫ്രം ഗാൾ ബ്ലാഡർ, ദാറ്റ് ഈസ് സിസ്റ്റിക് ഡക്റ്റ്. അപ്പോൾ ആൻസർ 1. ആൻസർ 1. നെക്സ്റ്റ്, ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു. നിങ്ങൾ കുറേ ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടോട്ടൽ ലങ് കപ്പാസിറ്റി. എന്താ ഈ ടോട്ടൽ ലങ് കപ്പാസിറ്റി? നമ്മൾ കുറേ വോളിയംസുകൾ പഠിച്ചു അല്ലേ. ആ വോളിയംസുകളുടെ ചില ടോട്ടൽസുകൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീസ് അല്ലേ. നമ്മുടെ ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന കുറേ വാല്യൂസുകളുണ്ട്, അതാണ് കപ്പാസിറ്റീസ്. നമ്മൾ 4 വോളിയംസുകളാണ് പഠിക്കുക. ഏതൊക്കെയാണ് വോളിയംസുകൾ? നമുക്കറിയാം. ടൈഡൽ വോളിയം അറിയാം, നോർമൽ ക്വൈറ്റ് ബ്രീത്തിങ്ങിൽ ഇൻഹെയിൽ ചെയ്യുകയോ എക്സെയിൽ ചെയ്യുന്ന എമൗണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫോഴ്സ്ഫുൾ ബ്രീത്തിങ്ങിലൂടെ ഇൻഹെയിൽ ചെയ്യുന്നത് IRV. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫോഴ്സ്ഫുൾ എക്സലേഷനിലൂടെ കളയുന്നത് ERV. ഇനി എത്ര ഫോഴ്സ്ഫുൾ എക്സ്പ്രഷൻ നടത്തിയാലും പോകാതെ നമ്മുടെ ബോഡിക്കകത്ത് തന്നെ അല്ലേ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇരിക്കുന്നത് ബാലൻസ് വോളിയം, റെസിഡ്യുവൽ വോളിയം. ശരിയല്ലേ?
അപ്പോൾ നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന എല്ലാ വാല്യൂസിലും കൂടി ആഡ് ചെയ്താൽ മതി. ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യുവൽ വോളിയം. ക്ലിയർ? ഇതാണല്ലോ നമ്മൾ പഠിക്കുന്ന വോളിയംസിൽ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് കൂട്ടി നോക്കേ. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂവിനെ നമ്മൾ എന്താ വിളിക്കുക? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. നിങ്ങൾക്കറിയാം, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കുക. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് TLCയെ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV എന്ന് വിളിച്ചൂടെ? വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യുവൽ വോളിയം ഈസ് കോൾഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അല്ലെങ്കിൽ ടൈഡൽ വോളിയം പ്ലസ് IRV പ്ലസ് CRV പ്ലസ് റെസിഡ്യുവൽ വോളിയം ഈസ് കോൾഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഇനി ഒന്നും കൂടെ നോക്കേ. വാട്ട് ഈസ് ദിസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? അതൊരു കപ്പാസിറ്റി അല്ലേ? എന്താ പേര്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇനി TV പ്ലസ് ERV ആണെങ്കിലോ എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അത് നമ്മൾ പഠിക്കുന്നതല്ലേ. ഇനി എന്താ ഈ ERV പ്ലസ് RV? ERV അല്ലേ നമ്മുടെ റെസിഡ്യുവൽ വോളിയം. ഇനി നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പുറന്തള്ളാവുന്ന വോളിയം. ദാറ്റ് ERV പ്ലസ് RV ടുഗദർ നോൺ ആസ് their sum total is called functional residual capacity. Clear? അപ്പോൾ ERV plus RV FRC and TV plus IRV IC, TV plus IRV plus ERV VC, then VC plus RV TLC. Otherwise TV plus IRV plus ERV plus RV TLC. Otherwise IC plus FRC is called TLC. Clear? അപ്പോൾ TLC എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നോക്കേ. Total lung capacity is equal to functional residual capacity plus inspiratory capacity. ശരിയല്ലേ? Functional residual capacity plus inspiratory capacity. That is total lung capacity. Correct അല്ലേ? അപ്പോൾ ബാക്കിയെല്ലാം തെറ്റല്ലേ? വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് ഫങ്ഷണൽ കപ്പാസിറ്റി അല്ല, റെസിഡ്യുവൽ വോളിയം എക്സ്പിറേറ്ററി അല്ല, ബാക്കിയെല്ലാം റോങ് ആണ്. സോ ആൻസർ 1. നെക്സ്റ്റ്. Select the wrong statement with respect to muscles. മസിൽസ് പറയുമ്പോൾ മെയിൻലി നമ്മൾ ആ സർക്കോമിയർ, ഒരു സർക്കോമിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒരു സർക്കോമിയറിലെ മെയിൻ കമ്പോണൻ്റ് എന്താ? ഒരു എ ബാൻഡ് ഉണ്ട് അല്ലേ? ഒരു എ ബാൻഡ് ഫോംഡ് ഓഫ് തിക് ഫിലമെൻറ്റ്. ഇനി എന്തുണ്ട്? ഐ ബാൻഡ് ഉണ്ട്, മെയിൻലി ഫോംഡ് ഓഫ് then ഇതിൻ്റെ ലിമിറ്റിംഗ് മെംബ്രെയിൻ എന്താ? ദാറ്റ് സിക്സാക് മെംബ്രെയിൻ. ദാറ്റ് ലിമിറ്റിംഗ് മെംബ്രെയിൻ ഈസ് കോൾഡ് Z line. ദാറ്റ് സെൻട്രൽ മെംബ്രെയിൻ ഈസ് കോൾഡ് M line അല്ലേ? ഒരു സാർക്കോമിൻ്റെ സെൻട്രൽ മെംബ്രെയിൻ M line. ദിസ് മെംബ്രെയിൻ Z line. ഇനി ആ Z ലൈൻ്റെ അപ്പുറത്തേക്ക് അടുത്തതിൻ്റെ സർക്കോമിയറിൻ്റെ ആക്ടിൻസുകൾ കാണാം. ശരിയല്ലേ? ഓക്കെ. ഇനി ഇതിൻ്റെ ഈ ഇത്രയും പോർഷൻ്റെ പേരെന്താ? അത്രയും പോർഷൻ്റെ പേരാണെന്താ? എ ബാൻഡ് അല്ലേ? ഇത്രയും പോർഷൻ്റെ പേരാണെന്താ? ഐ ബാൻഡ്. ഇനി എ ബാൻഡിന് നടുക്കുള്ള ഈ ആക്ടിന് ഓവർലാപ്പ് ചെയ്യാത്ത ഏരിയയുടെ പേരാണെന്താ? എച്ച് സോൺ. ഇത്രയും വളരെ ക്ലിയർ ആയിരിക്കണം ഒരു സർക്കോമിൻ്റെ സ്ട്രക്ചറോ ഇതിൻ്റെ ആൻസറോ ചെയ്യാൻ. Z line is present in the center of a band. Z line നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫൈബ്രസ് ഇലാസ്റ്റിക് മെംബ്രെയിൻ which connect all those actins lies at the middle of a band ആണോ അത്? അല്ല, Z line ഇതല്ലേ? അപ്പോൾ Z line എന്താ ചെയ്യുന്നത്? പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് നോട്ട് എ ബാൻഡ്. എവിടെയാണ് കാണേണ്ടത്? പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഐ ബാൻഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം an Z line bisects ഐ ബാൻഡ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം.
an Isoline is a fibrous membrane which bisects I band. അല്ലെങ്കിൽ പറയാം an Isoline connect together all those actin filaments in an I band. അല്ലേ, ഒരു ഐ ബാൻഡിലുള്ള എല്ലാ ആക്ടിൻസുകളെയും ഇന്റർകണക്ട് ചെയ്യുന്ന സെൻട്രൽ മെംബ്രെയിൻ്റെ പേരാണ് അല്ലേ. Isoline is a central membrane which connect together all those actin filaments in I band. അല്ലെങ്കിൽ Isoline bisects an I band അല്ലേ. അല്ലെങ്കിൽ പറയാം Isoline is a limiting boundary of sarcomere. Isolines are limiting boundary of sarcomeres. ക്ലിയർ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഐസോലൈനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അവിടെ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഈ പിക്ചർ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ദ പോർഷൻ ഓഫ് മയോഫൈബർ ബിറ്റ്വീൻ ടു ഐ ബാൻഡ് ഈസ് കോൾഡ് സർക്കോമിയർ. ദിസ് ഇസ് അൻ ഐ ബാൻഡ്, ദിസ് ഇസ് അൻ ഐ ബാൻഡ് അല്ലേ. ആക്ടിൻ മാത്രമുള്ള ഏരിയ ആയിരിക്കും ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ. അതിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഐസോട്രോപ്പിക് എന്നായിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു ഐ ബാൻഡ്, ഇതാണ് ഒരു ഐ ബാൻഡ്. ദ പോർഷൻ ബിറ്റ്വീൻ ടു ഐ ബാൻഡ് ഇസ് സാർക്കോമിയർ. ഈ ഐ ബാൻഡിനും ഈ ഐ ബാൻഡിനും ഇടയിലുള്ള സാധനം ഇതല്ലേ, അത് എ ബാൻഡാണ്. അതിൻ്റെ പേര് സാർക്കോമിയർ എന്നല്ല. എന്താ സാർക്കോമിയർ എന്ന് പറഞ്ഞാൽ? പോർഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സബ് ലൈൻ. എന്താണ് ഇവിടുന്ന് ഇത്രയും വരെയുള്ള പോർഷൻ്റെ പേരാണെന്താ? ഇവിടുന്ന് ഇവിടം വരെയുള്ള പോർഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സാർക്കോമിയർ അല്ലേ, ടു അഡ്ജസൻറ്റ് സബ് ലൈൻ. അതിൻ്റെ പേരാണെന്ത്? സാർക്കോമിയർ. ക്ലിയർ. പോർഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സബ് ലൈൻ. ക്ലിയർ. ദെൻ the central part of thick filament not overlapped by thin filament is called stud band. Okay, ഇതാണ് സെൻട്രൽ പാർട്ട് ഓഫ് തിക് ഫിലമെൻറ്റ്. കേട്ടോ, ഈ ഫിലമെൻറ്റിൻ്റെ ഈ പാർട്ടിൻ്റെ പ്രത്യേകത എന്താ? ഹിയർ ദർ ഇസ് നോ ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിൻ ഫിലമെൻറ്റ്. ഇതൊക്കെ റെസ്റ്റിംഗ് സാർക്കോമിയറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസുകളാണ് കേട്ടോ. സോ ഇൻ എ റെസ്റ്റിംഗ് സ്റ്റേറ്റ് there is some free space at the middle of a band. There is no overlapping of actin filament. That central portion of a band not overlapped by actin filament is called H zone, not Z zone, not Z band, H zone. So that's also wrong. Then light band contain only actin filament. This is light band. No, this is light band. That light band contain only secondary filament. ഇതാണ് secondary filament. ആരാ? ആക്ടിൻ. മയോസിൻ ആരാ? പ്രൈമറി ഫിലമെൻ്റ് ആണ് അല്ല. മയോസിൻ, ദ തിക് ഫിലമെൻറ്റ്, ദറ്റ് ഇസ് ദ പ്രൈമറി ഫിലമെൻറ്റ്. ആൻഡ് ദിസ് ആക്ടിൻ, ദറ്റ് ഇസ് തിൻ ഫിലമെൻറ്റ്, ദറ്റ് ഇസ് സെക്കൻഡറി ഫിലമെൻറ്റ്. അപ്പോൾ ഈ സ്ട്രക്ചർ വ്യക്തമായിട്ട് അറിയണം കേട്ടോ. അപ്പോൾ ഇതും തെറ്റാണ്. only that last statement is right. നമുക്ക് വേണ്ടത് select the wrong set of statement. Wrong set of statement ഏതൊക്കെയാ? First, second and third are wrong set of statement. Clear? So that's about this discussion class. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ അതൊക്കെ കുറച്ച് നമ്മൾ കൂടുതൽ ചെയ്തതും ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്ത് നോക്കുക. ഓക്കെ, സോ താങ്ക് യു.